Debate with Dr. Arun Kumar. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു സീപ്ലെയിൻ. എന്നാൽ 2009 തന്നെ സീപ്ലെയിനെ കുറിച്ചുള്ള പഠനം തുടങ്ങിയിരുന്നുവെന്ന് CPM. തുടക്കത്തിൽ തന്നെ ചിറകറ്റുപോയ പദ്ധതിയാണിത്. കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും കോർത്തിണക്കിയുള്ള വിനോദസഞ്ചാരമായിരുന്നു സീപ്ലെയിൻ പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ ഇടത് പ്രതിഷേധങ്ങളെ തുടർന്ന് പരീക്ഷണ പറക്കലിന് മുമ്പേ തന്നെ ചിറകരിഞ്ഞിരുന്നു പദ്ധതി. ഇന്നിപ്പോൾ സീപ്ലെയിൻ വീണ്ടും പറന്നുയരുന്നതോടെ തർക്കങ്ങളും ഉയരുകയാണ്. പദ്ധതിയുടെ പിതൃത്വമാണ് വിവാദ വിഷയം. ആദ്യം ഉമ്മൻചാണ്ടി അന്ന് പദ്ധതിയെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് ഒന്ന് നോക്കി വരാം. മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ജീവനോപാധികൾക്ക് ഒരു വിധത്തിലും സീപ്ലെയിൻ പദ്ധതി തടസ്സമാകില്ല എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. സീപ്ലെയിനെ കുറിച്ച് LDF-ൽ തന്നെ ഭിന്നാഭിപ്രായമാണ് ഉയരുന്നത്. കായലുകളിൽ പദ്ധതി അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പുമായി CPI രംഗത്തെത്തി. മത്സ്യത്തൊഴിലാളികളെ ബാധിച്ചാൽ ശക്തമായി എതിർക്കുമെന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് വ്യക്തമാക്കി. സീപ്ലെയിൻ പദ്ധതി മത്സ്യബന്ധന മേഖലയിൽ കൊണ്ടുവരുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇനിയും വെമ്പനാട് കായലോ അഷ്ടമുടിക്കായലോ അത്തരം പദ്ധതിയുമായി വന്നാൽ വളരെ ശക്തമായി മത്സ്യത്തൊഴിലാളികൾ എതിർക്കും. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഏത് ഗവൺമെന്റുകളാണെങ്കിലും അതിനകത്ത് തർക്കമില്ല. സീപ്ലെയിൻ പദ്ധതിയിലെ സർക്കാരിന്റെ അവകാശവാദം വിരോധാഭാസമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ കടലിൽ കൊടികുത്തി പ്രതിഷേധിച്ചവർക്ക് ജലവിമാനത്തിൽ കയറാൻ നാണമില്ലേ എന്നായിരുന്നു സതീശന്റെ ചോദ്യം. ഇടതു സർക്കാർ 10 വർഷം പിന്നിലാണെന്ന് തെളിഞ്ഞെന്ന് KC വേണുഗോപാലും പരിഹസിച്ചു. 2013 ഉണ്ടായ ഉമ്മൻചാണ്ടി സർക്കാർ സീപ്ലെയിൻ കൊണ്ടുവരാൻ പോയപ്പോൾ കടലിൽ ചുവന്ന കൊടികുത്തി ഉപരോധം സൃഷ്ടിച്ചതിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇന്ന് സീപ്ലെയിൻ്റെ പിതാക്കന്മാരായി വരുന്നത്. അതായത് ഈ സീപ്ലെയിൻ ഇറങ്ങിയാൽ കേരളത്തിൽ 25 ലക്ഷം മത്സ്യത്തൊഴിലാളികളുടെ 1/4 കോടി മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അത് പറഞ്ഞ ആളുകളാണ് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ പുഴയിൽ അതേ കായലിൽ ഈ സീപ്ലെയിൻ ഇറക്കാൻ പോകുന്നത്. എന്തൊരു വിരോധാഭാസം! പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം ഇതിൻ്റെ ആവർത്തനം മാത്രമാണ്. ഈ വികസന വാദം ക്ലെയിം ഉന്നയിക്കുന്നതിന്, അവകാശവാദം ഉന്നയിക്കുന്നതിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് മാത്രം. CPM എന്നും 10 കൊല്ലം പിറകിലാണ് സഞ്ചരിക്കുക. മറ്റെല്ലാ പാർട്ടിയും മുന്നിലോട്ട് സഞ്ചരിക്കാൻ ആഗ്രഹിക്കും, അവരെന്നും പിറകിലോട്ടാണ് സഞ്ചരിക്കുക. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സീപ്ലെയിൻ. എല്ലാ പരീക്ഷണങ്ങളും അടക്കുക, എന്നിട്ട് അത് തന്നെ അവർ 10 കൊല്ലം കഴിഞ്ഞാൽ നടപ്പിലാക്കും. എന്തായാലും വൈകി ഉദിച്ച ബുദ്ധിക്ക് നന്ദിയെന്നേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. എന്നാൽ ലക്ഷ്യം സംസ്ഥാനത്തെ ഡാമുകൾ കേന്ദ്രീകരിച്ചുള്ള ജനാധിപത്യ സീപ്ലെയിൻ ടൂറിസമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വിശദീകരിക്കുന്നു. ഡാമുകൾ കേന്ദ്രീകരിച്ചുള്ള സീപ്ലെയിന് എതിർപ്പുണ്ടാകില്ല. മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നാവശ്യപ്പെടുന്നവർ സ്വയം കണ്ണാടിയിൽ നോക്കണം. തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തിയതിനു ശേഷം മാത്രമാണ് പദ്ധതിയെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. പദ്ധതിക്കൊരു പേരുമിട്ടു, ജനകീയ സീപ്ലെയിൻ. ഈ പദ്ധതി ഡാമുകളാണ് പരമാവധി കേന്ദ്രീകരിക്കുന്നത്. അതാണ് ഇന്നലെ മാട്ടുപ്പെട്ടി ഡാമിൽ എല്ലാവരും കൈനീട്ടി സ്വീകരിച്ചത്. അന്നത്തെ പദ്ധതി തൊഴിലാളി വിരുദ്ധ സീപ്ലെയിൻ, ജനാധിപത്യ വിരുദ്ധ സീപ്ലെയിൻ ആണെങ്കിൽ ഇന്നത്തെ സീപ്ലെയിൻ ജനകീയ സീപ്ലെയിൻ, ജനാധിപത്യ സീപ്ലെയിനാണ്. ഡാമുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സീപ്ലെയിൻ ഉപയോഗിക്കുന്നതിന് ആരും എതിരാവില്ല. അപ്പോൾ അത് നമുക്കെല്ലാവരും യോജിപ്പിച്ച് നടത്താം. അതുകൊണ്ട് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് പറഞ്ഞ നേതാക്കന്മാർ കണ്ണാടി നോക്കി പറ്റിയ അബദ്ധം സ്വയം മനസ്സിലാക്കി സ്വയം മാപ്പ് പറയാൻ തയ്യാറാണ്. കായലിലേക്ക് ഒരു ചർച്ചയും നടത്താതെ UDF ചെയ്തതുപോലെ അടിച്ചേൽപ്പിച്ചൊരു നിലപാട് സ്വീകരിക്കുന്നത് തെറ്റാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് LDF-നില്ല. അതിഥികളായി കോൺഗ്രസ് പ്രതിനിധി KS ശബരിനാഥൻ, CPM പ്രതിനിധി SK സജീഷ്, ടൂറിസം വിദഗ്ധൻ രവിശങ്കർ KV എന്നിവരാണ് നമുക്കൊപ്പം. ആദ്യം SK സജീഷിലേക്ക്. SK സജീഷ്, 2013 ജൂൺ മാസത്തിൽ അഷ്ടമുടിക്കായലിൽ നിന്ന് പുന്നമടക്കായലിലേക്ക് പറക്കാനൊരുങ്ങിയ സീബേർഡ് എന്ന സീപ്ലെയിനും ഇപ്പോൾ ബോൾഗാട്ടിയിൽ നിന്ന് മാട്ടുപ്പെട്ടിയിലേക്ക് പറന്നിറങ്ങിയ കനേഡിയൻ കമ്പനിയുടെ സീപ്ലെയിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അരുൺ, ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് കുറേയൊക്കെ കാര്യങ്ങൾ ഇവിടെ പലരും സംസാരിക്കുന്നതായി പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മന്ത്രിയും മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയുടെ വാക്കുകളും എല്ലാം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇതിലെല്ലാം നമ്മൾ പരിശോധിച്ചാൽ വ്യക്തമാകുന്ന ഒരു കാര്യം, ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ച സീപ്ലെയിൻ പദ്ധതിയും
ഇവിടെയുള്ള ഇപ്പോൾ നടപ്പിലാക്കുന്ന പദ്ധതിയും തമ്മിൽ പേരിന് മാത്രമേ സാമ്യമുള്ളൂ, അതിനപ്പുറത്തേക്ക് സാമ്യമില്ല. അവരുടെ കാലത്ത് കായൽ കേന്ദ്രീകരിച്ചായിരുന്നു ഈ സീപ്ലെയിൻ പദ്ധതി ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇപ്പോൾ കായൽ കേന്ദ്രീകരിച്ചല്ല, അണക്കെട്ടുകളും വിമാനത്താവളങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് രണ്ടും വ്യത്യസ്തമാണ്. പിന്നെ ഞങ്ങൾ 2013 ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അത് ഇപ്പോൾ വീണ്ടും വരികയാണ്, അന്നതിനെ തടസ്സപ്പെടുത്തി എന്നാണ് പറയുന്നത്. പരിശോധിച്ചാൽ അറിയാം, അന്ന് എല്ലാ മത്സ്യത്തൊഴിലാളികളും അതിനെതിരായിട്ടുണ്ട്. അതിൽ ലീഗിൻ്റെ സംഘടന ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ സംഘടന ഉണ്ടായിട്ടുണ്ട്, മറ്റു പലതുമായിട്ടുള്ള സ്വതന്ത്രവും വ്യത്യസ്തവുമായിട്ടുള്ള സംഘടനകളെല്ലാം മത്സ്യത്തൊഴിലാളികൾ സമരത്തിന് വന്നിട്ടുണ്ട്. കാരണം ഒന്നും പറയാതെ പെട്ടെന്ന് ഒരു പദ്ധതി ആരംഭിക്കുകയും അവരോട് 1.5 കിലോമീറ്റർ ചുറ്റളവിൽ കക്ക വാരുന്നതും അതുപോലെ തന്നെ മത്സ്യബന്ധനം നടത്തുന്നതുമെല്ലാം നിരോധിച്ചിരിക്കുന്നു എന്നൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തപ്പോഴാണ് അത്തരമൊരു പ്രക്ഷോഭം ഉണ്ടായത്. അന്ന് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനകത്ത് നേരത്തെ ഏഷ്യാനെറ്റ് മരിച്ചുപോയ അമ്മ വിട്ടുപിരിഞ്ഞ ശ്രീ ഗോപകുമാർ അവതരിപ്പിക്കുന്ന കണ്ണാടി എന്ന പരിപാടിയിൽ CITUവിൻ്റെ നേതാവ് അന്ന് സംസാരിക്കുന്ന ബൈറ്റ് ഇപ്പോഴും ലഭ്യമാണ്. അതിൽ പറയുന്നത് ഇങ്ങനെ ചെയ്തതിനെയാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. മറ്റുള്ളവരൊക്കെ പൂർണ്ണമായി എതിർക്കുകയാണ്. CITU പറഞ്ഞത് ഇങ്ങനെ ചെയ്തതിനെയാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. ഇനി ഈ പദ്ധതി ഇതിൻ്റെ ആശങ്കകൾ തീർത്ത് ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രക്ഷോഭങ്ങളായിരുന്നില്ല അന്നത്തെ തടസ്സം. അന്നത്തെ തടസ്സം എങ്ങനെയെന്ന് നിയമസഭാ രേഖകൾ പരിശോധിച്ചാൽ അറിയാം. 11/6/2014 ഇതുമായി ബന്ധപ്പെട്ട് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് ഇങ്ങനെ ഉദ്ഘാടനം നിർവഹിച്ചു. 2014 സെപ്റ്റംബറിൽ ആരംഭിക്കും എന്നതായിരുന്നു ഉത്തരം. 18/6/2014 ഇതേ ചോദ്യം ആവർത്തിച്ചു. 2014 സെപ്റ്റംബറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഇത് ആരംഭിക്കും എന്നതായിരുന്നു പിന്നെയുമുള്ള മറുപടി. പിന്നീട് 10/12/2014 ഇതേ ചോദ്യം ആവർത്തിച്ചപ്പോഴും അന്ന് പറഞ്ഞ മറുപടി 2/6/13 ഇത് ഉദ്ഘാടനം ചെയ്തു, ഓപ്പറേറ്റർമാർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്, 2015 ജനുവരിയോടുകൂടി ഇത് നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ്. ഒരു ഒരുക്കവും നടത്താതെ ഒരു നടപടിക്രമവും പൂർത്തിയാകാതെയാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് കാണാൻ വേണ്ടി കഴിയും. ഇതിൻ്റെ ഭാഗമായി വിവിധ കമ്പനികൾ ഗവൺമെന്റിന്റെ മുന്നിലേക്ക് അന്ന് വന്നു. ആദ്യം കൈരളി ഏവിയേഷൻ ഞാൻ 3 അതിഥികളെയും ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ക്ഷണിച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ ഡീറ്റെയിലേക്ക് പോകാം. അതിനു മുമ്പ് അറിയേണ്ടത് ഇടതുമുന്നണിയിൽ തന്നെ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടോ എന്നുള്ളത്. ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുടെയും ഒപ്പം തന്നെ TJ ആഞ്ചലോസിന്റെയും ഒക്കെ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു. വീണ്ടും മത്സ്യത്തൊഴിലാളികളുടെ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി 20-ാം തീയതി രൂപീകരിക്കാനിരിക്കുകയാണ്. 2013 അതേ സാഹചര്യമാണോ ഇപ്പോൾ വീണ്ടും ഉരുത്തിരിയുന്നത്? സജീഷ്. അല്ല, ഒരിക്കലുമല്ല. അത് വ്യക്തമാണ് കാര്യങ്ങൾ. ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും ഇതിൻ്റെ ഭാഗമായി വരുന്നില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മന്ത്രി അത് വളരെ സുവ്യക്തമായി തന്നെ നമ്മളിപ്പോൾ മന്ത്രിയുടേതായി ശ്രീ PM മുഹമ്മദ് റിയാസിൻ്റെ ബൈറ്റ് ഇപ്പോൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു തരത്തിലും മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഇതിൽ വരുന്നത്. ഇതിൽ ഡാമുകളും അതുപോലെ തന്നെ വിമാനത്താവളങ്ങളും കേന്ദ്രീകരിച്ച് നമ്മുടെ കേരളം ടൂറിസം രംഗത്ത് ഇപ്പോൾ ഒരൊറ്റ ഡെസ്റ്റിനേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ലോകം കണ്ടിരിക്കേണ്ട 50 ഡെസ്റ്റിനേഷനുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിലൊന്ന് കേരളം എന്നാണ് പറയുന്നത്. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നമ്മുടെ വിശാലമായ കേരളമാണ്. ആ കേരളത്തിൻ്റെ എല്ലാ മേഖലകളെയും എല്ലാ കണക്ടിവിറ്റിയിലൂടെയും യോജിപ്പിക്കാൻ വേണ്ടി കഴിയണം. ആ രീതിയിലാണ് ഇപ്പോൾ ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആളുകൾ അഭിപ്രായം പറയുന്നതിലോ അങ്ങനെ പറയുന്നതിലോ ഒന്നും തെറ്റില്ല. പക്ഷേ അങ്ങനെ നിലവിൽ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് ഒരു ആലോചനയും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ആലോചന ഉണ്ടെങ്കിൽ തന്നെ ഇത് ജനാധിപത്യപരമായിരിക്കുമെന്ന് മന്ത്രി പറയുന്നത് എന്തുകൊണ്ടാണ് SK സജീഷ് പറയുന്നത്? അപ്പോൾ സീപ്ലെയിൻ എന്ന പേരിൽ മാത്രമേ ഉമ്മൻചാണ്ടിയുടെ പ്ലെയിനും ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഹമ്മദ് റിയാസ് നീറ്റിലിറക്കുന്ന പ്ലെയിനും തമ്മിലുള്ള ബന്ധമുള്ളോ? കാരണം അന്ന് DGCയുടെ പെർമിഷൻ പോലും കിട്ടിയിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇത് കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഉഡാൻ റീജിയണൽ കണക്ടിവിറ്റി സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് ഈ സീപ്ലെയിൻ ഇപ്പോൾ നീറ്റിലിറക്കുന്നത്. അപ്പോൾ രണ്ടും 2 പദ്ധതികളാണ്. മറ്റേത് സംസ്ഥാന സർക്കാരിൻ്റെ ഓൺ പ്രോജക്റ്റായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു, എതിർപ്പ് കാരണം പരാജയപ്പെട്ടു. അന്ന് കായൽ കേന്ദ്രീകരിച്ചായിരുന്നു ഈ പരീക്ഷണ പറക്കൽ നിശ്ചയിച്ചത്, അഷ്ടമുടി കായലിൽ നിന്ന് പുന്നമട കായലിലേക്ക്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ പദ്ധതി അങ്ങനെയല്ല, എയർപോർട്ടിൽ നിന്ന് ഡാമിലേക്കാണ്, ഡാമിൽ നിന്ന് എയർപോർട്ടിലേക്കാണ്. ആ രീതിയിൽ അതിനെ ക്രമീകരിച്ചാൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം ഇല്ലാതെയാവും. അത് കൂടുതൽ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി പിണറായി സർക്കാർ നടപ്പിലാക്കുന്നു എന്നാണോ നമ്മൾ കരുതേണ്ടത്? ഈ ഒരു പ്ലാനിങ് ഉമ്മൻചാണ്ടി സർക്കാരിന് ഇല്ലാതെ പോയതാണോ പദ്ധതി ഇല്ലാതാകാനുള്ള കാരണം? ശബരിനാഥൻ.
അല്ല, ആദ്യമേ തന്നെ ഇവിടുന്ന് സംസാരിക്കുന്ന ശ്രീ SK സജീഷ് പണ്ടത്തെ പോലെ DYFIയുടെ ഒരു നേതാവ് മാത്രമല്ല, അദ്ദേഹം കേരള ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറും കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെ പ്രസിഡൻറ്റോ ചെയർമാനോ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് ആദ്യം പറഞ്ഞ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഈ ഒരു സീപ്ലെയിൻ പദ്ധതിയുടെ പ്രധാനപ്പെട്ട വ്യത്യാസം ഈ പദ്ധതി ഡാമുകളിൽ മാത്രം ആണ് ഉപയോഗിക്കുന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ ബഹുമാനപ്പെട്ട റിയാസ് മന്ത്രിയൊക്കെ ഒന്ന് ലാൻഡ് ചെയ്തത് ബോൾഗാട്ടി കായലിലല്ലേ ഡോക്ടർ അരുണെ? എന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടിയാ. ബോൾഗാട്ടി വന്ന് ബോൾഗാട്ടിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു, ബോൾഗാട്ടി ലാൻഡ് ചെയ്തു. ബോൾഗാട്ടിയിൽ ഏത് ഡാമാണ് സജീഷ്? ഞാൻ പറയട്ടെ സജീഷ്, ഏത് ഡാമാ ബോൾഗാട്ടിയിലുള്ളത്? കൊച്ചിക്കായലിൽ ഏത് ഡാമാ ബോൾഗാട്ടിയിലുള്ളത്? നിങ്ങളെപ്പോലത്തെ ആളുകൾ ഇത്രയും വിവരമില്ലായ്മ ആണെങ്കിൽ ഈ കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കുകയാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് താങ്കൾ പറയാറ് ഡാം ടു ഡാം ആണെന്ന്. നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തതും വന്നതും കൊച്ചിക്കായലിലാണെന്നേ, ബോൾഗാട്ടിയിലാണെന്ന്. ഇപ്പോൾ എന്താ വ്യത്യാസം ഉമ്മൻചാണ്ടി പദ്ധതിയായിട്ട്? അപ്പോൾ ആദ്യം സജീഷ് എന്ന കേരള സ്റ്റേറ്റ് ടൂറിസം ലിമിറ്റഡിൻ്റെ എന്തോ വലിയ ആളായിട്ടുള്ള സജീഷ് പറഞ്ഞ ഇത് കായലിലോട്ട് പോകുന്നില്ല, അതുകൊണ്ട് ഉമ്മൻചാണ്ടി ഇത് വ്യത്യാസമാണെന്ന് പറഞ്ഞ ആ വാദം തെറ്റ്. ഒന്ന്. രണ്ടാമത്തേത്, 2013 ഒരു പാർലമെൻറ്റിലെ രേഖ ഞാൻ ഉന്നയിക്കുകയാണ്. 2013 ഒരു പാർലമെൻറ്റിലെ ക്വസ്റ്റ്യൻ ഉണ്ട്. ശ്രീ KP ധനപാലൻ അൺസ്റ്റാർട്ട് ക്വസ്റ്റ്യൻ 2600 മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ ശ്രീ KC വേണുഗോപാൽ നൽകിയ ചോദ്യത്തിൽ കേരളത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് ചോദിക്കുന്നു. അതിൽ പറയുന്നു, ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ ഫോർ കേരള സീപ്ലെയിൻ പ്രൊജക്ട് ഹാസ് ബീൻ ഗ്രാൻഡഡ് ഓൺ 30/1/2013. ജനുവരി 30, 2013 ഈ പദ്ധതിക്ക് അനുമതി കൊടുത്തിട്ടുണ്ടോ എന്ന് അന്ന് വ്യോമയാന മന്ത്രിയായിരുന്ന സഹമന്ത്രിയായിരുന്ന ശ്രീ KC വേണുഗോപാൽ അന്നത്തെ നമ്മുടെ ചാലക്കുടി MP ആയിട്ടുള്ള ശ്രീ ധനപാലിന് നൽകി കണക്ക്. അപ്പോൾ അങ്ങ് ഈ ചാനലിൽ നിന്ന് കഴിഞ്ഞ 2 മിനിറ്റിൽ പറഞ്ഞിരുന്ന 2 പെരുന്നുണകൾ, ഒന്നത് ഡാം ടു ഡാം ആണെന്നുള്ള നുണ, അത് കൊച്ചി കായലിൽ നിന്ന് പോയപ്പോൾ ഡാമില്ല. രണ്ടാമത് അനുമതി ഇല്ലാതെ ചുമ്മാ പറത്തിയതാണെന്ന് പറഞ്ഞതും അനുമതി ഉണ്ടെന്നുള്ള രേഖ വെച്ചു. CPMൻ്റെ നയം ഇതാണ്. കഴിഞ്ഞ 10 വർഷമായി കഴിഞ്ഞൊരു 80 മുതലുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും കേരളത്തെ പിന്നോട്ടടിക്കുന്ന സ്വഭാവമാണ് CPMനുള്ളത്. ട്രാക്ടറാകട്ടെ, കമ്പ്യൂട്ടറാകട്ടെ, തൊഴിൽ തിന്നുന്ന മകനെന്നാണ് കമ്പ്യൂട്ടറിനെ വിളിച്ചത്, നെല്ലൂത്തുന്ന മില്ലാവട്ടെ, കൊച്ചി മെട്രോ ആവട്ടെ, കണ്ണൂർ എയർപോർട്ടാവട്ടെ, വിഴിഞ്ഞമാവട്ടെ, നെടുമ്പാശ്ശേരി ആവട്ടെ, ഗെയിലാവട്ടെ, എക്സ്പ്രസ് ഹൈവേ ആവട്ടെ, ഇതിനെല്ലാം എതിർത്തിരുന്ന ആളുകൾ അവർ അധികാരത്തിൽ വരുമ്പോൾ അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തെ പിന്നോട്ടടിച്ച അന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയത്ത് പൈലറ്റ് നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഇന്ന് പ്ലേ ചെയ്തു, പല ചാനലും പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുകയാണ്, ഒരു 3 മാസം നമുക്കിത് ഓടിക്കാം, അത് ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ട്, അതിൽ പാരിസ്ഥിതിക പ്രശ്നമുണ്ടോ നമുക്ക് പഠിക്കുകയാണെങ്കിൽ ആ പദ്ധതി ഞാൻ നിർത്തലാക്കാൻ തയ്യാറാണെന്ന് ആർജവത്തോടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞതാണ്. അത് കേൾക്കാതെയാണ് നിങ്ങളന്ന് സമരം നടത്തിയത്. ആ സമരം നടത്തിയതിന് ശിഷ്ടമെന്നുണ്ടായെന്ന് ചോദിക്കുകയാണെങ്കിൽ കമ്പനി തുടങ്ങിയ ആൾ 59 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി. ഈ പറഞ്ഞ അന്ന് കൊണ്ടുവന്ന സീപ്ലെയിനുകൾ അത് പിന്നെ NCLT കോടതിയിൽ ട്രൈബ്യൂണലിൽ പോയി ആ കമ്പനി പൂട്ടി. അവസാനം ആ കമ്പനി പൂട്ടി. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സീപ്ലെയിൻ തിരികെ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് അതിന് ഡിസ്മാൻഡിൽ ചെയ്ത് 3 കോടിക്ക് വാങ്ങിച്ച അമേരിക്കൻ കമ്പനിയിലേക്ക് തിരിച്ച് അത് ബൈ റോഡും ബൈ ഷിപ്പും പാർട്സായിട്ട് വിടുകയായിരുന്നു. 2 സംരംഭകർ തുടങ്ങിയ പദ്ധതി ആ അവസ്ഥയിലാണ് നിങ്ങൾ കാരണം. സ്വപ്ന പദ്ധതിയെ പൊളിച്ച് പാർട്സ് ആയിട്ട് തിരിച്ച് ജപ്തി ചെയ്ത് കയറ്റി അയച്ചു എന്നതാണ് സീപ്ലെയിൻ്റെ കഥ. അതിൽ 2 മലയാളി വൈമാനികരായിരുന്നു സംരംഭകർ, സുധീഷ് ജോർജും മറ്റൊരു ജോർജും. ഈ 2 പേരും ഇപ്പോൾ ബാങ്ക്രപ്സി നിയമ നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഡോക്ടർ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇവർ 2 പേരുമാണ് അന്ന് അമേരിക്കയിൽ നിന്നൊരു ഫ്ലൈറ്റ് വാങ്ങിച്ച് ഇവർ 2 പേരും പറത്തി കേരളത്തിൽ കൊണ്ടുവന്ന് ഈ പദ്ധതിയുടെ പൈലറ്റ് നടത്തി. അത് വിജയമാവാത്തത് കൊണ്ട് അവരുടെ കമ്പനി NCLT നാഷണൽ കമ്പനി ലോ ബോർഡ് ട്രൈബ്യൂണലിൽ പോയി നമ്മുടെ ഇൻസോൾവൻസിക്ക് പോയിട്ട് അവസാനം കമ്പനി എന്താ പറയുക അവരുടെ ലിറ്റിഗേഷനൊക്കെ നടന്ന് അവരുടെ ലിക്വിഡേറ്റർ വന്ന് കമ്പനിയെ ലിക്വിഡേറ്റ് ചെയ്ത് അവസാനം ഫെഡറൽ ബാങ്കിന് പൈസയും കൊടുത്ത് ഫെഡറൽ ബാങ്ക് ഈ പഴയ സീപ്ലെയിനെ എത്രയോ ലക്ഷം രൂപയ്ക്ക് അതിന് ഈ സ്ക്രാപ്പ് വിൽക്കുന്ന അവസ്ഥയിൽ ആ സീപ്ലെയിൻ്റെ അസ്ഥി സ്കെലറ്റൻ സ്ക്രാപ്പ് വിറ്റാണ് അവർ ഇച്ചിരിങ്ങനെ കടം വീട്ടിയത്. ആ സീപ്ലെയിൻ. പക്ഷേ അവിടെ ഒരു ചോദ്യമുണ്ട് ശ്രീ ശബരിനാഥൻ. 2013 ജൂൺ മാസം 2-ാം തീയതി പരീക്ഷണ പറക്കൽ നടത്താൻ ശ്രമിച്ച് അത് പരാജയപ്പെട്ടത് പ്രതിപക്ഷത്തിന്റെ ഒറ്റ എതിർപ്പ് കൊണ്ടാണെന്ന് പറഞ്ഞാൽ സർക്കാരിന് ഇച്ഛാശക്തിയില്ലെന്ന് പ്രൂവ് ചെയ്യലല്ലേ? ഇത് അവരുമായി ഒരു തൊഴിലാളികളുമായി ചർച്ച നടത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് INTUC അടക്കം AITUC-ക്കൊപ്പം ഈ സമരത്തിലുണ്ടായിരുന്നുവെന്നാണ്. ശരിയല്ലേ?
അല്ല, അതിലൊന്നും ഉമ്മൻചാണ്ടി സാറിന്റെ നിലപാടുണ്ടല്ലോ. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം എന്നുള്ളത്. അത് പക്ഷേ മുന്നോട്ട് കൊണ്ടുപോകാൻ തൊഴിലാളി സംഘടനകൾ ചെയ്തില്ല എന്നൊരു വാസ്തവം തന്നെയാണ്. ഇപ്പോഴും തൊഴിലാളി സംഘടനകൾ ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നത് സംഘടനകൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് പഠിച്ച് അതിൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തന്നെ പദ്ധതി മുന്നോട്ട് പോകണം. ഈ പദ്ധതി പിന്നോട്ട് പോകണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരുടെയും പ്രശ്നങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. പക്ഷേ 10 വർഷം ഈ കേരളത്തിൽ, ഇന്ത്യയിൽ ആദ്യമായി പദ്ധതി ഒരു പൈലറ്റായി കൊണ്ടുവന്ന് ഒരുപക്ഷെ 10 വർഷം കൊണ്ട് ഈ പദ്ധതി മര്യാദയ്ക്ക് നടന്ന് ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റായി മാറ്റുന്ന പ്രോജക്റ്റിനെ ഇല്ലാതാക്കി വീണ്ടും നാടക്കുരുക്കിലേക്ക് പോകുമോ എന്നതാണ് ഒന്നുമില്ല. ഒരു പോയിന്റ് പറഞ്ഞോളൂ, പൂർത്തീകരിച്ചോളൂ. അല്ല, ഒരു പോയിന്റ് ഞാൻ പറയാം. എനിക്ക് ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ പ്രോഗ്രാമിന് പേരിടുന്ന ആളുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. മുഹമ്മദ് റിയാസ് എന്താ ഇതിന് പേര്? ഉമ്മൻചാണ്ടി സാറിന്റെ സീപ്ലെയിൻ പദ്ധതിക്ക് നിങ്ങൾ എന്താ പേരിടുന്നത്? ജനകീയ സീപ്ലെയിൻ. അല്ല, ജനവിരുദ്ധ എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോകുമോ? ഇത് ഈ ആൾക്കാർ, എൻ്റെ KSTLന്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള കൊച്ചി കായലിലെ ഡാമുണ്ടെന്ന് വിശ്വസിക്കുന്ന ശ്രീ സജീഷ് എന്ത് ജനകീയതയാണെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. ഓക്കെ, അതിന് സജീഷ് മറുപടി പറയും. വളരെ ഗുരുതരമായ ആരോപണമാണ്. സജീഷ് അതിന് മറുപടി പറയണം. നുണ പറഞ്ഞു എന്നാണ് ശബരിനാഥൻ പറയുന്നത്. 2 പോയിന്റുകൾ അങ്ങ് സൂക്ഷിച്ചു വെക്കുക. ഞാൻ അങ്ങയിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് മറ്റൊരു അതിഥി കൂടിയുണ്ട്. ഈ ടൂറിസം മേഖലയെക്കുറിച്ച് കാര്യങ്ങൾ വിശദമായി പഠിക്കുകയും ഗവേഷണം ചെയ്യുകയും ചെയ്യുന്ന രവിശങ്കർ KV. ഈ സീപ്ലെയിൻ എന്ന് പറയുന്ന ഒരു പദ്ധതി നമുക്ക് നഷ്ടപ്പെട്ട ഒരു ഫ്ലൈറ്റാണോ? ആ ഫ്ലൈറ്റ് ഇപ്പോൾ തിരികെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ പോയ 10 വർഷം അത്തരം സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്താഞ്ഞത് വലിയ നഷ്ടമായി തീരില്ലേ? വീണ്ടും മത്സ്യത്തൊഴിലാളി സംഘടനകൾ രംഗത്തിറങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് തന്നെ അവരുടെ ദേശീയ അഭിമാനമായി പ്രൊജക്റ്റ് ചെയ്യുന്ന മാലിദ്വീപ്സിന്റെ ഫ്ലാഗിൽ പോലും ചൂരയുടെ ചിത്രമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ട്യൂണ, പ്രേക്ഷകർക്കറിയാമല്ലോ, മറ്റൊരു വാർത്തയിൽ ട്യൂണ ചർച്ചയാക്കപ്പെട്ടതാണ്. അപ്പോൾ മാലിയുടെ ദേശീയ ചിഹ്നത്തിൽ പോലും ട്യൂണയുണ്ട്. അവിടെ എങ്ങുമില്ലാത്ത മത്സ്യബന്ധന പ്രശ്നം. അവിടെയാണ് ഏറ്റവും കൂടുതൽ സീപ്ലെയിനുകൾ ഉപയോഗിക്കുന്ന രാജ്യം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കൊണ്ടുവന്ന തൊഴിലാളി സംഘടനകൾ ഈ പറയുന്ന വികസന സ്വപ്നങ്ങളുമായി എത്തിയ ആ വൈമാനികരോടും ആ പദ്ധതി സ്വപ്നം കണ്ട സർക്കാരിനോടും ഒക്കെ മാപ്പ് പറയേണ്ടതല്ലേ? എന്താണ് യഥാർത്ഥത്തിൽ സീപ്ലെയിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്? നമ്മൾ വീണ്ടും വികസന മുടക്കികളാവുകയാണോ? രവിശങ്കർ KV. ഡോക്ടർ അരുൺ, അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ ശരിക്കും നമുക്ക് വർഷം 13 നഷ്ടപ്പെട്ടു എന്ന് ശരിയാണ്. പക്ഷേ ടൂറിസത്തിൻ്റെ വികസനത്തിൽ ഞങ്ങൾ ടൂറിസം ഇൻഡസ്ട്രി കഴിഞ്ഞ 13 വർഷമല്ല, ഞങ്ങൾ അതിനും 5-10 വർഷം മുമ്പേ 2003-4 കാലഘട്ടത്തിൽ മാൽദ്വീപ്സിൽ അന്ന് ഏകദേശം 50ഓളം സീപ്ലെയിനുകളുള്ള സമയത്ത് നമ്മളെ കേരളത്തിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻ എന്ന നിലയ്ക്ക് അവിടെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നത് ഇവിടെ നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്ന് 2003-2004 കാലഘട്ടത്തിൽ തൊട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ പദ്ധതി പലതരത്തിലുള്ള ഇതിൽ പ്രാവർത്തികമാക്കിയത്. എന്നിട്ടും ഇനി നമുക്ക് എന്താ വെച്ചാൽ ഞങ്ങൾ ടൂറിസം ഇൻഡസ്ട്രി സംബന്ധിച്ചിടത്തോളം, എന്നെ വ്യക്തിപരമായി സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു ഒരു പൊളിറ്റിക്കൽ ഒരു ഇതിനൊന്നും ഞങ്ങളില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ടൂറിസം വികസനത്തിൽ കേരളത്തിൽ കണക്ടിവിറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് കേരളത്തിൽ മാത്രമല്ല, ലോകത്തെവിടെയും ടൂറിസം വികസിക്കണമെങ്കിൽ ഒരു ഹൈ ആൻഡ് ലക്ഷറി ടൂറിസം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് കേരളത്തിലെ ഈ സീപ്ലെയിൻ. ഇതിന് നമ്മളൊരു ആംഫിബിയൻ പ്ലെയിൻ ആയിട്ട് കരയിലും കടലിലും വെള്ളത്തിലും സഞ്ചരിക്കുന്ന ഒരു സീപ്ലെയിൻ ആയിട്ട് ഒരു പ്ലെയിൻ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിൽ ഒരുപാട് ചർച്ചകളിലൂടെ ഇത് തീർക്കാവുന്ന വളരെ കൃത്യമായ, എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുള്ള ചില തെറ്റിദ്ധാരണകളുടെ പുറത്താണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. സീപ്ലെയിൻ്റെ കാര്യം നോക്കും. നമുക്ക് ഇന്നലെ കൊച്ചിയിൽ ഇറക്കിയിരിക്കുന്ന കാനഡയിൽ നിന്നുള്ള പ്ലെയിൻ, ഈ ട്വിൻ ഓട്ടർ സീരീസുള്ള ഇത് ഇറങ്ങാൻ വേണ്ടിയിട്ട് മാക്സിമം വേണ്ടത് 300 മീറ്ററാണ്. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിന് പോലും 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നീളമുള്ളപ്പോൾ വെറും 300 മീറ്റർ നീളത്തിൽ ഒരു 25 മീറ്റർ ഒരു വാട്ടർ ഡ്രോം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു 300 മീറ്ററുള്ള ഒരു എയർ സ്ട്രിപ്പ് ഉണ്ടാക്കാൻ കേരളത്തിൽ ഏകദേശം 44 നദികളുണ്ട്. ഈ 44 നദികളുടെയും ഏകദേശം 35ഓളം ഏകദേശം നമുക്ക് റിസർവോയറുകൾ തന്നെ നമുക്ക് KSEBിയുടെ കയ്യിൽ 45, വാട്ടർ അതോറിറ്റിയുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിൽ 20, വാട്ടർ അതോറിറ്റിയുടെ കയ്യിൽ 2, ഏകദേശം 67 റിസർവോയറുകൾ നമുക്കുണ്ട്. ഈ റിസർവോയറുകളിൽ നമുക്ക് ഒരു 400-500 മീറ്റർ നീളത്തിൽ 25 മീറ്റർ വീതിയിൽ ഒരു പ്ലേസ് കെട്ടിയെടുക്കാൻ ഒരു പ്രയാസമില്ല. ഡാമുകളിലെ റിസർവോയറിലെ പ്രശ്നമില്ല, കാരണം ഫിഷറിങ്ങായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ നമ്മുടെ കായലുകളിൽ, കേരളത്തിൽ ഏകദേശം 10-20ഓളം കായലുകൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഇത്രയും ദൂരം കെട്ടി കൃത്യമായിട്ട് ഇയമാക്കുകയാണെങ്കിൽ നമുക്കൊരു വാട്ടർ ഡോം ഉണ്ടാക്കിയെടുക്കാം. അവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നമ്മുടെ വേമ്പനാട് കായലിൽ നമ്മുടെ
ഒരു സ്പീഡ് ബോട്ട് പോകുന്ന അത്ര പോലും പ്രശ്നം ശരിക്കും ഒരു സീപ്ലെയിൻ ഉണ്ടാക്കുന്നില്ല. നമുക്കിത് കൃത്യമായിട്ട് നമ്മളുടെ ഇതിൻ്റെ ടെക്നിക്കൽ സാധനങ്ങളും പിന്നെ ഡീറ്റെയിൽസ് നമ്മളുടെ സമൂഹം ചർച്ച ചെയ്യാതെ പോയത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇത്രയധികം പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. ഈ പ്രശ്നത്തിൽ ഇപ്പോൾ നമുക്ക് തുടങ്ങി വെച്ചതിന് പോലും നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഇതുവരെ ടൂറിസം ഇൻഡസ്ട്രി ആയിട്ട് വേണ്ട ഒരു ചർച്ച ഇതിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഇതിൽ അൾട്ടിമേറ്റ്ലി ഇത് ഉപയോഗിക്കേണ്ടത്, ഇതിലേക്ക് ബിസിനസ് കൊണ്ടുവരുന്നത് പിന്നെ ടൂറിസം ഇൻഡസ്ട്രി, നമ്മുടെ ടൂർ ഓപ്പറേറ്റർമാരാണ്. ഏതെങ്കിലും ഒരു സീരിയസ് ടൂർ ഓപ്പറേറ്ററുമായിട്ട് നമുക്കിത് ഡിസ്കസ് ചെയ്യാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ മേഖലയുണ്ട്. പക്ഷേ ഇത് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെട്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് കേരളത്തിൻ്റെ തിരുവനന്തപുരം, ഞാൻ ഇതിപ്പോൾ ഉഡാൻ സ്കീം അനുസരിച്ച് സ്പൈസ് ജെറ്റാണ് ഇപ്പോൾ ഈ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ അതല്ല കൃത്യമായിട്ട് കേരള ടൂറിസവും കേരള ഗവൺമെൻറ്റും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾക്കിത് കേരളത്തിലെ മുഴുവൻ എനിക്ക് അരുൺ പറഞ്ഞ ഈ വിഷയത്തിന് ഒന്ന് വ്യതിചലിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട കണക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ കേരളത്തിൻ്റെ തെക്കുന്ന് വടക്കോട്ട് നമ്മൾ സിൽവർ ലൈനെ പറ്റി സംസാരിക്കുന്നു. 1 ലക്ഷം കോടി 1.5 ലക്ഷം കോടി രൂപയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കാൻ തീരുമാനിക്കുന്നത്. അതിൻ്റെ പലിശ മാത്രം ഒരു വർഷത്തിൽ 10,000 കോടി രൂപ വരും. നമ്മൾ ഒരു മാസത്തെ പലിശ, അതിൻ്റെ ഒരു മാസത്തെ പലിശ എടുത്തു വെക്കുകയാണെങ്കിൽ നമ്മുടെ മുഴുവൻ കണക്ടിവിറ്റിയും സീപ്ലെയിൻ വഴി കയറും. ഞാൻ വളരെ കൃത്യമായ കണക്ക് പറയാം. ഇന്നലെ ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്ന ഒരു ഫ്ലൈറ്റിൻ്റെ പുതിയ ഒരു ഫ്ലൈറ്റിന് വില 65 കോടി രൂപ തൊട്ട് 75 കോടി രൂപ വില വരുന്നത്. അതിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് ഇൻക്ലൂഡിങ് എല്ലാം കൂടി ചേർന്ന് ഒരു 15 കോടി. 90 കോടി രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 15 കോടി രൂപ 10 ഫ്ലൈറ്റ് പിന്നെ സീപ്ലെയിൻ കേരളത്തിൻ്റെ നമുക്ക് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് ആൾറെഡി നമ്മൾ എയർ കേരള ചാർട്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എയർ കേരള തുടങ്ങാൻ വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ കീഴിൽ ഒരു 10 സീപ്ലെയിൻ വാങ്ങിയിട്ടിട്ട് അത് പ്രൈവറ്റ് സെക്ടറുമായിട്ട് ചേർന്ന് ഓടിച്ചാൽ പോലും നമുക്ക് പിന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് കേരളത്തിൻ്റെ ഈ ടൂറിസത്തിൻ്റെയും നമ്മുടെ എയർ ആംബുലൻസിൻ്റെയും നമ്മുടെ സാധാരണഗതിയിലുള്ള ട്രാഫിക് ഇതിനെന്തൊരു ടൂറിസത്തിന് വേണ്ടിയിട്ട് മാത്രം ഇതിനെ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ പിന്നെ രാഷ്ട്രീയക്കാരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും വ്യവസായികളാണെങ്കിലും കേരളത്തിൽ എന്തുമാത്രം സഞ്ചരിക്കുന്നുണ്ട്. ഒരു 7,000-8,000 രൂപ കൊടുത്താൽ ഒരു സീറ്റിൽ ഇപ്പം ഞാൻ കണക്ക് കൂട്ടി ഇതിൻ്റെ ഒരു പിന്നെ നമ്മുടെ എല്ലാം വിശദമായിട്ട് അവൈലബിൾ ആണ്. ഒരു ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടത് ഏകദേശം 7,500 തൊട്ടിട്ട് 10,000 രൂപ ഉണ്ടെങ്കിൽ ഒരാൾക്ക് തിരുവനന്തപുരം പിന്നെ കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. ഇന്നത്തെ സംഭവം ഞാൻ പറയാം. ഇന്ന് കൊച്ചിയിൽ ഒരു അറബ് രാജകുടുംബം, സൗദി അറേബ്യയിലെ രാജകുടുംബം 16 പേരുണ്ട്. അവർക്ക് ഇന്ന് ഈ ഫ്ലൈറ്റ് കിട്ടുമെന്ന് അന്വേഷിച്ചപ്പോൾ നമുക്ക് അതിൻ്റെ ലൈസൻസ് ഒന്നും ആയിട്ടില്ല. പക്ഷെ നമ്മുടെ കേരള ടൂറിസത്തിൻ്റെ പോസ്റ്റ് കോവിഡിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റം, നമ്മൾക്ക് ഹൈ എൻഡ് ടൂറിസം അറബ് കൺട്രീസിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആൾറെഡി നമുക്ക് ജർമ്മനിയിൽ പ്രയോജനപ്പെടുത്താനാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ശ്രമിക്കേണ്ടത് എന്നത് തന്നെയാണ് നമ്മുടെയും വാദം. അതിഥികളായി കെ ശബരിനാഥൻ കോൺഗ്രസ് പ്രതിനിധി, CPM പ്രതിനിധി SK സജീഷ് കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ചെയർമാനാണ്, രവിശങ്കർ KV ടൂറിസം വിദഗ്ധൻ, ടൂറിസം ഇന്ത്യ മാഗസിൻ MD നമുക്കൊപ്പമുണ്ട്. SK സജീഷിലേക്ക്. SK സജീഷ്, ആദ്യം ശബരിനാഥൻ ചോദിച്ച 2 ചോദ്യങ്ങളുടെ മറുപടി. ഡാം ടു ഡാം ആണെങ്കിൽ ബോൾഗാട്ടി കായലിൽ നിന്ന് എങ്ങനെയാണ് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പോവുക? കൊച്ചി കായലിൽ എവിടെയാണ് ഡാം എന്നത്, അത് താങ്കൾ നുണ പറയുകയായിരുന്നു എന്നത്. രണ്ടാമത്തെ ചോദ്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2013 ഉമ്മൻചാണ്ടി സർക്കാരിന് DGCAയുടെയോ നമ്മളുടെ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൻ്റെയോ അനുമതി ഇല്ലായിരുന്നു എന്നുള്ളതും രണ്ടും ശബരിനാഥൻ ഖണ്ഡിച്ചിട്ടുണ്ട്. മറുപടി. ഡോക്ടർ അരുൺ, ഒന്ന് ശ്രീ ശബരിനാഥനോട് എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷേ ബാലിശമായ കാര്യങ്ങൾ ചർച്ചയിൽ ഉന്നയിക്കരുത്. വാക്കുകളെ പിടിച്ചും ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞുമല്ല അവനവൻ്റെ വാദം സ്ഥാപിച്ചെടുക്കേണ്ടത്. ഒന്ന്, ബോൾഗാട്ടി പാലസിന് മുന്നിൽ നിന്നാണ് വിമാനം പറന്നുയർന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് നിങ്ങളും ഞാനുമെല്ലാം കണ്ടിട്ടുള്ളതാണ്. അത് ഡാമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഇവിടെ ബോൾഗാട്ടി പാലസ് മുതൽ മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് ഈ വിമാനം പറക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഞാൻ പറയുമ്പോൾ സൂചിപ്പിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്, ഇത് രണ്ടും നിലവിൽ മത്സ്യബന്ധന മേഖലയല്ല. ഡാമുകൾ, മത്സ്യബന്ധന മേഖലയല്ലാത്ത ജലാശയങ്ങൾ, മറ്റു സൗകര്യങ്ങൾ, ഇതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി. അത് മിനിസ്റ്ററും എല്ലാം വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അത് താങ്കൾ വാക്കിനിടയിലൂടെ പിടിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ രവിശങ്കർ തന്നെ ഇവിടെ സൂചിപ്പിച്ചു, ഏതാണ്ട് 300 മീറ്ററോളം മതിയാകും ഇതിൻ്റെ ലാൻഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എന്ന്. അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും കഴിയും. പ്രശ്നം എവിടെയാണെന്നറിയോ? പ്രശ്നം ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉദ്ഘാടന മാമാങ്കം നടത്തലല്ല. അതായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി കാലം.
ഇവിടെ ശ്രീ VD സതീശനൊക്കെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിന് വേണ്ടി ഇപ്പോൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. എന്നിട്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്. ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ രൂക്ഷമായ വാക്കുകൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെതിരായി പ്രയോഗിച്ചയാളാണ് ശ്രീ VD സതീശൻ. അദ്ദേഹം ഈ നിങ്ങളുടെ ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞത് തീവെട്ടിക്കൊള്ളയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ആ ഗവൺമെൻറ് നോക്കി പറഞ്ഞത്. അതെല്ലാം നമുക്കന്ന് ഓർമ്മയുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ വിവിധ കമ്പനികൾ വന്നു. ഞാൻ നേരത്തെ അതാണ് ശ്രീ അരുൺ ചർച്ചയുടെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ പറയാൻ നോക്കിയത്. ആദ്യം കൈരളി ഏവിയേഷൻ, പിന്നെ അതിനുശേഷം ഭാരത് ഏവിയേഷൻ, മെഹൈ, പവൻ ഹാൻസ് തുടങ്ങിയ നിരവധി കമ്പനികൾ കേരളത്തിന് അനുമതി തേടി വന്നു. ഒറ്റ കമ്പനിക്കും അനുമതി കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇവിടെ നേരത്തെ ശ്രീ അരുണും അതുപോലെ തന്നെ പിന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സീബേർഡ് കമ്പനിക്ക് കേരളത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല. സീബേർഡ് കമ്പനി അങ്ങനെ നശിച്ചു പോകാനുള്ള കാരണം ഇവരുടെ വാക്ക് കേട്ട് ഇവിടെ ലാൻഡ് ചെയ്യപ്പെട്ടു. ആ ലാൻഡ് ചെയ്ത് അവിടെ വാടക കൊടുക്കേണ്ടി വന്നു. അവർ സാമ്പത്തികമായി പ്രതിസന്ധിയിലായി. അവർക്ക് ലക്ഷദ്വീപ് കേന്ദ്രമായി പ്രവർത്തിക്കാനായിരുന്നു ലക്ഷ്യം, കേരളം കേന്ദ്രീകരിച്ചല്ല. കേരളത്തിൽ അവർക്ക് അനുമതിയില്ലായിരുന്നു. ആ പ്ലെയിനിന് ഇവിടെ അനുമതിയില്ലായിരുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. ഈ വസ്തുതയെല്ലാം നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. പിന്നെ ശ്രീ ശബരിനാഥ്, ഞാൻ നേരത്തെ നിയമസഭാ രേഖകൾ വെച്ച് നിയമസഭയിലെ ചോദ്യങ്ങൾ വെച്ച് പറഞ്ഞു, ഞാനത് ആവർത്തിക്കുന്നില്ല. 2015 ജനുവരി വരെ തുടങ്ങാമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന നിരന്തര മറുപടി കൊടുക്കുകയാണ്. ആ മറുപടിയിൽ ഒരിടത്തും എന്തില്ല, ഈ തൊഴിലാളി പ്രശ്നമാണ് അല്ലെങ്കിൽ തൊഴിലാളികൾ തടയുന്നതുകൊണ്ടാണെന്നില്ല. ഇതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ മുന്നൊരുക്കങ്ങൾ നടത്താത്തതുകൊണ്ടാണ് പ്രശ്നം. അത് മറ്റുള്ള ആളുകളുടെ പേരിൽ ചാരരുത്. നമ്മൾ ഏത് പ്രവൃത്തി ആരംഭിക്കുമ്പോഴും അതിൻ്റെ ഭാഗമായി ആശങ്കകൾ ഉയർന്നു വരും. ആ ആശങ്കകൾ ഉയർന്നു വരുമ്പോൾ ആ ആശങ്കയെ പരിഹരിക്കാൻ വേണ്ടി കഴിയണം. നമ്മുടെ വീടുകളിൽ പോലും ആശങ്ക ഉണ്ടായിരുന്നല്ലോ. ഗ്യാസ് കണക്ഷൻ ലഭിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ ലഭിക്കുമ്പോൾ പണ്ട് ആ സിലിണ്ടർ കാണുമ്പോൾ ആശങ്കപ്പെട്ട ആളുകളുണ്ടായിരുന്നു. ഇന്ന് എല്ലാ സ്ഥലത്തും ഇല്ലേ? ഇത്തരം ആശങ്കകൾ ചിലപ്പോൾ അനാവശ്യ ആശങ്കയായിരിക്കും, ചിലപ്പോൾ ചില കാര്യങ്ങളുള്ള ആശങ്കയായിരിക്കും. ആശങ്കകൾക്ക് പരിഹാരമുണ്ടാകണം. അന്ന് CITU പറഞ്ഞത് ആശങ്ക പരിഹരിച്ചാൽ ഞങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്യുന്നു, ഞങ്ങൾ സഹകരിക്കുമെന്നാണ്. എന്നാൽ INTUCയോ STO നിങ്ങളുടെ സംഘടനകളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അന്നും കൃത്യമായ നിലപാട് CITU സ്വീകരിച്ചു. ഇനി ശബരിനാഥിന് അതിന് അറിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഏഷ്യാനെറ്റിൻ്റെ അന്നത്തെ ബഹുമാനപ്പെട്ട ഗോപകുമാർ അദ്ദേഹം അവതരിപ്പിക്കുന്ന കണ്ണാടി എന്ന പരിപാടി കേരളത്തിൽ എല്ലാവരും കാണുന്ന പരിപാടിയായിരുന്നു. അതിൽ CITU നേതാവിൻ്റെ ബൈറ്റ് കൃത്യമായിട്ട് ഇപ്പോഴും അവൈലബിൾ ആണ്. അതിൽ പറയുന്നുണ്ട് ഞങ്ങൾ ആശങ്കകൾ പരിഹരിച്ചാൽ സ്വാഗതം ചെയ്യുന്നു എന്ന്. ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങളെ കാണേണ്ടത്. പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്നാണ് അന്ന് LDF നേതാക്കൾ പറഞ്ഞത്. വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണെന്നാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. ഈ രണ്ടു കാര്യങ്ങളും ഇപ്പോൾ സർക്കാരിൻ്റെ അഭിമാന പ്രൊജക്റ്റുകളായി മാറുന്നതിനെയാണ് VD സതീശൻ ഇന്ന് ചോദ്യം ചെയ്തത്. സജീഷ്, അല്ല, ശ്രീ VD സതീശൻ പറയുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എവിടെയാണ്? ഇവിടെ അദ്ദേഹം INTUCയെയും STUനെയും ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും സംഘടനകളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പറയുന്നത് എല്ലാവർക്കും ആശങ്കകൾ ഉണ്ടായിരുന്നു. ആ ആശങ്കകൾക്കിടയിൽ CITU ആണ് പറഞ്ഞത് ആശങ്ക അകറ്റിയാൽ ഞങ്ങൾ സഹകരിക്കും, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആശങ്കകൾ പരിഹരിക്കാതെ ഏതാണ്ട് 1.5 കിലോമീറ്ററിലധികം ദൂരത്തിൽ മത്സ്യബന്ധനവും കക്കവാരലും ഒക്കെ ഒറ്റയടിക്ക് നിർത്തി ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഉദ്ഘാടന മാമാങ്കം നടത്തിക്കൊണ്ടാണ് പ്രശ്നമായിട്ടുള്ളത്. ഇപ്പോൾ ആളുകൾ ആശങ്ക പറയുമ്പോൾ അതുകൊണ്ടാണ് മന്ത്രി ഇതിനെ ജനകീയം എന്ന വാക്കുകൂടി ചേർക്കുന്നത്. ജനങ്ങളുമായി ചേർന്ന് അവരുടെ ജനാധിപത്യപരമായ അഭിപ്രായങ്ങൾ കേട്ട് എല്ലാവർക്കും വേണ്ടിയാണ്. ഇവിടെ ഒറ്റ കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായി സൂചിപ്പിച്ചുകൊണ്ടുണ്ട്. നേരത്തെ ശ്രീ രവിശങ്കർ ഇവിടെ കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കേരളം ഒറ്റ ഡെസ്റ്റിനേഷനായി മാറുകയാണ്. ലോകം മുഴുവൻ ഒറ്റ ഡെസ്റ്റിനേഷനായി കേരളം കാണുന്നു. ഹിൽ സ്റ്റേഷനുകളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കായൽ ടൂറിസം ഉണ്ട്, അതുപോലെ നമ്മുടെ കടലോരമുണ്ട്, മറ്റ് പ്രകൃതി സൗന്ദര്യം ഒരുപാടുള്ള ഈ കേരളത്തെ ഒറ്റ ഡെസ്റ്റിനേഷനായി കാണുന്നു. ആ ഒറ്റ ഡെസ്റ്റിനേഷന് നമുക്ക് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കണം. അതിന്റെ ഭാഗമായി വിവിധ പദ്ധതികളുണ്ട്. ഹെലി ടൂറിസം വന്നു, ഇപ്പൊ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഉദ്ഘാടനത്തിന് മുമ്പ് എന്തുകൊണ്ട് സാധിക്കാതെ പോയെന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇന്നിപ്പോൾ TJ ആഞ്ചലോസ് വന്ന എല്ലാ മാധ്യമങ്ങൾക്കും ബൈറ്റ് കൊടുക്കുകയാണ്. വീണ്ടും ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ പോകുന്നു. അപ്പോൾ ഈ പദ്ധതിയെ വലിയ സ്വപ്ന പദ്ധതിയായി നിങ്ങൾ കാണുന്നു. നിങ്ങൾ തന്നെ ഘടകകക്ഷിയുടെ CPയിലെ ഒരു മുതിർന്ന നേതാവ്, അന്ന് ഈ 25 ലക്ഷം മത്സ്യത്തൊഴിലാളികളുടെ കാര്യം പറഞ്ഞ് ബാനർ പിടിച്ച നേതാവാണ്. ആ നേതാവാണ് വീണ്ടും എത്തുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഞാനതിൽ കുറ്റം പറയുകയല്ല ചെയ്തത്.
എന്താണ് വസ്തുത എന്ന് ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ചർച്ചയിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കാരണം ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട എന്നുള്ള രീതിയിൽ കൂടി എന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് അതുകൂടി പറയേണ്ടതുണ്ട് പൊളിറ്റിക്കൽ അപ്പുറത്തേക്ക്. അതായത് ഇപ്പോൾ ഈ കണക്ടിവിറ്റി, ഞാനതിന് മറുപടി പറയും, പക്ഷേ ഞാൻ പറഞ്ഞ വാചകം പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഈ കണക്ടിവിറ്റിയുടെ ഭാഗമായി ഇപ്പം കാരവൻ ടൂറിസം ആരംഭിച്ചു. കാരവൻ ടൂറിസത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ കാരവനുകൾ കേരളത്തിൽ ഓടിത്തുടങ്ങി. വിദേശത്ത് നിന്ന് കാരവനുമായി സഞ്ചരിക്കുന്ന സഞ്ചാരികളുണ്ട്. ആ സഞ്ചാരികൾ കേരളത്തിലേക്ക് വരാൻ വേണ്ടി തുടങ്ങി. കാരവൻ പാർക്കുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കേരളത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ എല്ലാ ഡെസ്റ്റിനേഷനെയും വികസിപ്പിക്കുന്ന നിലയിലേക്ക് മാറുന്നു. നമ്മുടെ കടലോര നമ്മുടെ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ എല്ലാം തന്നെ വികസിപ്പിക്കുന്ന നിലയിലേക്ക് മാറുന്നു. അവിടെ ഡ്രൈവിംഗ് ബീച്ചുകൾ മുഴപ്പിലങ്ങാട് ഉൾപ്പെടെ പുതിയ നിലയിലേക്ക് മാറുന്ന സാഹചര്യം. കേരളത്തിനൊരു ഡിസൈൻ പോളിസി വരുന്നു. ഞങ്ങൾ KTL തന്നെയാണ് ഗവൺമെൻറ് അതിന് ചുമതലപ്പെടുത്തിയത്. ഒരു ഡിസൈനിലേക്ക് കേരളം മാറുകയാണ്. ലോകത്തിൻ്റെ മുന്നിലേക്ക് ഒരു പുതിയ ഡിസൈനിലേക്ക് അതിൻ്റെ അംഗീകാരമായി കഴിഞ്ഞു. വിവിധ വർക്ക്ഷോപ്പുകൾ നടത്തി കഴിഞ്ഞു. ഇനി ആ നിലയിലേക്ക് കേരളം ഒരു പുതിയ രീതിയിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ പാലങ്ങൾ ബ്യൂട്ടിഫിക്കേഷൻ വരുന്നു, പഴയത് സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന സ്പേസുകൾ മുഴുവൻ കേരളം ഒരിടത്തും വൃത്തികേടായി നിൽക്കരുത്, മനോഹരമായിരിക്കണം എന്നുള്ള നിലയിൽ ഇപ്പോൾ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് തന്നെ എൻ്റെ കേരളം എത്ര സുന്ദരം എന്നുള്ള നിലക്കാണ്. അത്തരം സ്പേസുകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സിനി ടൂറിസം വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട സിനിമകൾ ഷൂട്ട് ചെയ്ത കേന്ദ്രങ്ങൾ, നമ്മുടെ ആതിരപ്പള്ളിയും അതുപോലെ തന്നെ പല പല കേന്ദ്രങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഭാഗമായി വരുന്നു. ഇതെല്ലാം ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. ഇതിനെല്ലാം താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം കൂടി അങ്ങൊന്ന് കേട്ടിട്ട് പോകണം. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്, അന്ന് ഇടതുപക്ഷം പറഞ്ഞത് സിലോപ്പിയ മീനുകളെല്ലാം ചത്തുപോകും ഈ സീപ്ലെയിൻ വന്നാൽ എന്നൊരു വാദം കൂടി അന്ന് ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ മീൻ കുഞ്ഞുങ്ങളൊന്നും ചത്തുപോവില്ലേ എന്നുകൂടി PK കുഞ്ഞാലിക്കുട്ടി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് മേനി പറയുന്നതിന് മുമ്പ് സോറി പറയണം എന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയും പറയുന്നത്. അതിനുകൂടി മറുപടി വേണം. SK സജീഷ്. അല്ല ശ്രീ അരുൺ, നമ്മളൊക്കെ സത്യത്തിൽ ഏതെങ്കിലും വാക്കുകൾ പ്രയോഗിച്ചു പോയാൽ അത് മോശമാകുമെന്നുള്ളതുകൊണ്ട് മാത്രമാണ്, മുതിർന്ന നേതാക്കന്മാരായതുകൊണ്ടുമാണ് ഞാനത് പ്രയോഗിക്കാത്തത്. സ്വകാര്യ സംഭാഷണമാണെങ്കിൽ പറയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേര് STU എന്നാണ്, മുസ്ലിം ലീഗിൻ്റെ സംഘടന. ആ സംഘടനയെതിരായിരുന്നു. അവരോട് ചോദിച്ചാൽ മതി ഫിലോപ്പിയ ചത്തുപോകുമോ മറ്റേതെങ്കിലും മത്സ്യം ചത്തുപോകുമെന്ന് ശ്രീ കുഞ്ഞാലിക്കുട്ടിക്ക് സംശയമുണ്ടെങ്കിൽ, VD സതീശന് സംശയമുണ്ടെങ്കിൽ അവരോടാണ് ചോദിക്കേണ്ടത്. ഇവിടെ ആ പ്രശ്നം വരുന്നില്ല. താങ്കൾ നേരത്തെ സഖാവ് ആഞ്ചലോസിൻ്റെ ഉൾപ്പെടെയുള്ള പ്രസ്താവനകളുടെയും കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ അത്തരം പ്രസ്താവനകൾ വരുന്നതിൽ തെറ്റില്ല. പക്ഷേ അത്തരം ആശങ്കകൾക്ക് ഇവിടെ പ്രസക്തിയില്ല. കാരണം ഇത് ജലാശയങ്ങൾ, മത്സ്യബന്ധനമില്ലാത്ത ജലാശയങ്ങൾ, അതുപോലെ തന്നെ ഡാമുകൾ, മറ്റ് സൗകര്യങ്ങൾ, വിമാനത്താവളങ്ങൾ, ഇതെല്ലാം പ്രയോജനപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. എതിർക്കുക എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരു കാര്യത്തെയും ബ്ലൈൻഡായി എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. ആശങ്കകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ പ്രതിപക്ഷം ഇപ്പോൾ പൂർണ്ണമായും ഈ പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾ പക്ഷേ ആ സമയത്ത് അങ്ങനെയല്ല ചെയ്തത് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അല്ല, പ്രതിപക്ഷം കെ ശബരിനാഥ് ഈ ചർച്ചയിലും പറയുന്നത് ആ പദ്ധതി വരണം എന്നാണ്. അവിടെയാണ് പ്രശ്നം അരുൺ. അല്ല അരുൺ, അവിടെയാണ് പ്രശ്നം. ചില കാര്യങ്ങളെ വിട്ടുകളയരുത്. അത് പ്രശ്നം ഉദ്ഘാടനമാവാൻ നടക്കുന്നതിന് മുമ്പ് ഒരു ചർച്ച നടത്തുകയോ അല്ലെങ്കിൽ അവരുമായി സംസാരിക്കുകയോ ആശങ്ക പരിഹരിക്കാനോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ പദ്ധതിയിലില്ല. ഈ ഉദ്ഘാടനം നടന്നതിന് ശേഷം പദ്ധതി വന്നിട്ടില്ല. മത്സ്യത്തൊഴിലാളികളുടെ കോർഡിനേഷൻ കമ്മിറ്റി വിളിക്കുമെന്ന് ആഞ്ചലോസ് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ചർച്ച നിങ്ങളും നടത്തിയിട്ടില്ല. മത്സ്യമേഖലയിലേക്ക് പദ്ധതി വന്നിട്ടില്ല ശ്രീ അരുൺ. പക്ഷേ അത് പറ്റിയിട്ടില്ല. അതുകൊണ്ടല്ലേ അവർ 20-ാം തീയതി കോർഡിനേഷൻ കമ്മിറ്റി വിളിക്കുമെന്ന് ഇപ്പോഴും TJ ആഞ്ചലോസ് പറയുന്നത്. വിളിച്ചാലും ഈ പദ്ധതിക്ക് അതിൽ തടസ്സമില്ലാണ്. ഈ വിമാനം വിഭാവനം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മത്സ്യത്തൊഴിലാളികളുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറായില്ല എന്നാണ് SK സജീഷിന്റെ വാദം. അങ്ങനെ ചർച്ച ചെയ്ത പ്രശ്നം പരിഹരിക്കണം. ഗെയിലിന്റെ കാര്യത്തിൽ, ഈ ദേശീയപാതയുടെ വികസനത്തിന്റെ കാര്യത്തിൽ, സ്ഥലമെടുക്കുന്നതിന്റെ കാര്യത്തിലൊക്കെ ബന്ധപ്പെട്ട കക്ഷികളുമായി ചർച്ച ചെയ്ത് അതിവേഗം പദ്ധതി നടപ്പിലാക്കിയത് തെറ്റാണോ എന്നാണ് CPM പ്രതിനിധിയുടെ ചോദ്യം. കെ ശബരിനാഥൻ. അല്ല, ഇതിനകത്ത് സജീഷ് ഒരു ക്ലാരിറ്റി വരുത്തിയത്,
ആദ്യത്തെ അദ്ദേഹം സംസാരിച്ചപ്പോൾ ഈ ഡാം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ശ്രീ സജീഷാണ്. സജീഷ് തന്നെ കൃത്യമായിട്ട് ഇത് ഡാം ടു ഡാം ആണെന്ന് പറഞ്ഞതിനെ ഞാൻ ഖണ്ഡിച്ചപ്പോഴാണ് ഇപ്പം അത് ഡാം മാത്രമല്ല അത് കായലടക്കം പ്രകൃതിക്ക് കോട്ടം തട്ടാതെ പ്ലെയിൻ ഇറക്കാമെന്നുള്ള ഒരു ചെറിയൊരു എക്സെപ്ഷൻ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്താണ് കായലടക്കം ഒന്ന് ചേർക്കണ്ട, ദുരുദ്ദേശപരമായി കാര്യങ്ങളെ കാണല്ലേ ശ്രീ ശബരിനാഥ്. ഞാൻ ഇടപെടുകയല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. മത്സ്യബന്ധന മേഖലയല്ലാത്ത പ്രദേശങ്ങൾ തെറ്റ് പറ്റിയതാണെങ്കിൽ ഞാൻ ക്ലാരിറ്റി വരുത്തിയതല്ലോ. പിന്നെ അതിനകത്തേക്ക് കയറി ചെന്ന് വീണ്ടും തെറ്റായ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? താങ്കൾക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഞാൻ പറയാം. അതായത് ഡാമുകൾ, മത്സ്യബന്ധനമില്ലാത്ത ജലാശയങ്ങൾ, ഈ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ശരി, ശബരിനാഥൻ ചോദ്യം. അതുകൊണ്ട് തടസ്സം ഉണ്ടാവില്ല. ഇനി എന്തിനാണ് അതിൽ പിടിച്ചു കയറി ഇങ്ങനെ വാക്കുകളെ വളച്ചൊടിക്കുന്നത്? അല്ല, അതിൽ പിടിച്ച് നിങ്ങളുടെ ഇടുക്കിയിലെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ അഭിപ്രായം ഇതിനെക്കുറിച്ച് ഞാൻ അങ്ങോട്ടൊരു മറുചോദ്യം ചോദിക്കുകയാണ്. ഇടുക്കിയിൽ നിന്ന് പല ആളുകൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇടുക്കിയിൽ LDF അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഡാമിലൂടെ വരുമ്പോൾ മൃഗങ്ങളുടെ ആനക്കൂട്ടം അടക്കമുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരുപക്ഷെ മത്സ്യബന്ധന മേഖലയെക്കാളും വലിയ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉദ്ഘാടനം മാങ്ങുമെന്ന് പറഞ്ഞു, വനം വകുപ്പ് ആവശ്യം പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്ന ശ്രീ MM മണി പോലും ആശങ്ക പറഞ്ഞു ഇവിടെ വായിച്ചു പോലും എനിക്ക് തോന്നി. എനിക്കറിയില്ല, അങ്ങ് ക്ലാരിഫൈ ചെയ്യാം. മെമ്പറാണ്, മന്ത്രിയാണ്. ഓക്കെ, കുഴപ്പമില്ല. ശരി, സോറി. ഓക്കെ, കുഴപ്പമില്ല. അപ്പം ഞാൻ അതിലേക്ക് വരാം. ഇന്ന് ഇവിടെ നിന്നുള്ള പല ആളുകളും പ്രത്യേകിച്ച് ഡാമിനകത്തുള്ള ഫോറസ്റ്റ് അടക്കമുള്ള ആളുകൾ ഈ പദ്ധതി നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് ഇവർ പറയുന്നത് പോലെ ഈ പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പദ്ധതിയിൽ നിന്ന് ഇവർക്ക് വ്യത്യാസമില്ല എന്നുള്ളത് ക്ലാരിറ്റിയാണ്. ഇവിടെ DGCയെ കൊണ്ടുവന്നിരിക്കുന്ന ഈ പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ ഉഡാൻ സ്കീമിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന പദ്ധതിയാണ്. ഇതിന് കേരളത്തിൻ്റെ റോൾ എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ലിമിറ്റഡ് റോളാണ് ഉള്ളത്. ഇന്ന് ശ്രീ മുഹമ്മദ് റിയാസ് അടക്കം, ശ്രീ ശിവൻകുട്ടി മന്ത്രി അടക്കം, ശ്രീ P രാജീവ് അടക്കമുള്ള 4-5 മന്ത്രിമാർ ട്രയൽ റൺ നടത്തിയപ്പോൾ ഈ പറഞ്ഞ മത്സ്യത്തൊഴിലാളികളടക്കമുള്ള അല്ലെങ്കിൽ ഈ ഇടുക്കിയിലുള്ള ഈ പറഞ്ഞ ഫോറസ്റ്റ് കൺസർവേഷൻ അടക്കമുള്ള ആളുകളായിട്ട് ചർച്ച നടത്തിയിട്ടില്ല. അപ്പോൾ ഇവരാദ്യം ഒരു പരീക്ഷണ പറത്തൽ നടത്തിയിട്ട് ഇവരിനിയും ആളുകളെ ചർച്ച ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയേണ്ടത് ഈ പദ്ധതി മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. പക്ഷേ നമ്മൾ കൊണ്ടുവന്നപ്പോൾ അത് കൊള്ളത്തില്ല, നിങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് കൊള്ളാമെന്ന് പറയുന്ന ന്യായം ശരിയല്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിൽ ജനകീയത എന്താണെന്ന് നിങ്ങളോട് ചോദിച്ചത്. ജനകീയമായിട്ടുള്ള പദ്ധതിയല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ, ശ്രീ രവിശങ്കർ പറഞ്ഞതുപോലെ തന്നെ ഹൈ എൻഡ് ആയിട്ടുള്ള ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരാനുള്ള ഒരു പദ്ധതിയാണ്. നല്ല കാര്യം. കൂടുതൽ ഹൈ എൻഡ് ടൂറിസ്റ്റുകൾ വരികയാണെങ്കിൽ, ലക്ഷറി ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഇത്രയും 5 സ്റ്റാർ ഹോട്ടൽസ് ഉള്ള ഒരു സംസ്ഥാനമായതുകൊണ്ട് അതിൻ്റെ ഒരു സാമ്പത്തിക ഗുണം കേരളത്തിനുണ്ടാകും. പക്ഷേ ഇവിടെ ശ്രീ സജീഷ് കൃത്യമായി പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വലിയൊരു പദ്ധതിയാണ് നിങ്ങൾ ഈ പറഞ്ഞ കാരവൻ പദ്ധതി. നല്ല ആശയങ്ങൾ പലയിടത്തുമുണ്ട്. ഇന്ന് വാഗമണിലുള്ള കാരവൻ പദ്ധതിയുടെ ശരിയായിട്ടുള്ള അവസ്ഥ, ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ തുടങ്ങിയ പദ്ധതിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്കും ശ്രീ സജീഷിനും അറിയാം. നിങ്ങൾ പറഞ്ഞ പോലെ രീതിയിൽ അതിപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ഇല്ല എന്നുള്ളത് ആ സംരംഭകരടക്കമുള്ള ആളുകൾ പലപ്പോഴും ചാനൽ പറഞ്ഞിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. ആ വാഗമണിലെ കാരവൻ പാർക്ക് പദ്ധതി നിങ്ങൾ ഇപ്പോൾ പുനരാവിഷ്കരിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ പദ്ധതിയിൽ പ്രശ്നമുണ്ട്, അത് ശരിയാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എന്തിന് നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ എതിർത്തിരുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നിങ്ങൾ ബോധ്യം വരുമ്പോൾ ആ നടത്തുവാനുള്ള നിശ്ചയദാർഢ്യം വേണം. ഇനി സീപ്ലെയിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു ഉദാഹരണം, BJPയുടെ പദ്ധതി ഇല്ലാതെ മോശമായിപ്പോയി. ഇവിടെ എല്ലാവരും പറയുന്നത് നരേന്ദ്രമോദി സബർമതി ചെയ്തു എന്നുള്ളത്. ആ പദ്ധതി വലിയ പരാജയമാണ്. ശ്രീ രവിശങ്കർ എനിക്ക് അറിയാവുന്ന, എനിക്ക് ബന്ധമുള്ള, സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഈ പദ്ധതിയെക്കുറിച്ച് വലിയ ഹോപ്പുകൾ പറയുമ്പോഴും എനിക്കുള്ള ചോദ്യം, ആസ് എ ന്യൂട്രൽ പേഴ്സണിൻ്റെ ചോദ്യം, ഇവിടെ സബർമതിയിൽ നിന്ന് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുള്ള കേവാഡിയ ഡാം വരെയുള്ള പദ്ധതി ഇലക്ഷന് മുമ്പ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. അത് ഇന്ന് നടപ്പിലാക്കുന്നില്ല. ബോംബെയിൽ നിന്ന് ലോനാവല വരെയുള്ള പദ്ധതി 2020 തുടങ്ങി, അത് നടപ്പിലാക്കുന്നില്ല. അപ്പോൾ ഈ പദ്ധതി പലയിടത്തും തുടങ്ങിയത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പല വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊണ്ട് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ പദ്ധതി മുന്നോട്ട് വരുന്നതിൽ UDF തെറ്റില്ല. പക്ഷേ ഇവിടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പദ്ധതി മുടക്കാൻ UDF എന്ന് പറയുന്നതിൽ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള മെസ്സേജ് ഉണ്ട്. തീർച്ചയായിട്ടും ഇതൊരു മികച്ച അവസരമായി തന്നെ. പക്ഷേ 10 വർഷത്തിന്റെ ഒരു ഇതെല്ലാം പഠിക്കാൻ പറ്റുന്ന ഒരു 10 വർഷം നമുക്ക് കൊണ്ട് കളഞ്ഞു. അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ 10 വർഷത്തിന്റെ വില നമ്മൾ നൽകേണ്ടി വരില്ലേ? ഒരുപക്ഷെ മാലിയേക്കാൾ കൂടുതൽ
വിനോദസഞ്ചാരികൾ എത്തുകയും ടൂറിസം ശക്തമാക്കുകയും ചെയ്യാവുന്ന ഒരു അവസരമാണ് 2013 ഈ മത്സ്യത്തൊഴിലാളികളുടെ പേരിൽ ചിലർ നഷ്ടപ്പെടുത്തിയത് എന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു ആശങ്ക. അത് പരിഹരിക്കാൻ ഈ സർക്കാരിന് സാധിച്ചാൽ സ്വാഭാവികമായും അതൊരു വലിയ ടേക്ക് ഓഫ് ആയിരിക്കും. ശ്രീ അരുൺ, ഞാൻ എത്താം സജീഷെ. എനിക്ക് സീപ്ലെയിൻ്റെ പേരിൽ കഴിഞ്ഞ 10 വർഷമായി നമ്മൾ നഷ്ടപ്പെടുത്തിയ അവസരം ഈ മേഖലയിൽ ഗവേഷണത്തിനും സാധ്യതാ പഠനങ്ങൾക്കും ഉള്ളതായിരുന്നില്ലേ എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. രവിശങ്കർ, ആ ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 2013 ഈ പദ്ധതി പെട്ടിയിലായതിനു ശേഷം ഈ പദ്ധതിയെക്കുറിച്ച് ആഴത്തിലുള്ള ഗവേഷണമോ അതിൻ്റെ സാധ്യതാ പഠനങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. അതാ ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്ത നിമിഷം വരെ ഈ മത്സ്യത്തൊഴിലാളികളുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു പുതിയ വിമർശനം വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു. കാട്ടാനകൾ കൂട്ടത്തോടെ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന ഈ ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ, ഡാമുകളുടെ ജലാശയങ്ങളിൽ ഈ പദ്ധതി കൊണ്ടുവന്നാൽ പ്രശ്നമാണ്. അപ്പോൾ എം എം മണി തിരിച്ചൊരു മറുപടിയുമായി വരുന്നു. എങ്കിൽ കാട്ടാനകൾക്ക് വെള്ളം കോരിക്കൊടുക്കട്ടെ എന്ന് പറയുന്ന ഒരു പ്രതികരണത്തിലേക്ക് വരുന്നു. ഇനി പരിസ്ഥിതി പ്രവർത്തകർ രംഗത്ത് വരും. മത്സ്യത്തൊഴിലാളികൾ ഇതിനെതിരെ കൊടിപിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 20-ാം തീയതി കോർഡിനേഷൻ കമ്മിറ്റി വരാൻ പോകുന്നു. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയുടെയും പഠനത്തിൻ്റെയും ഒക്കെ ഒരു സാധ്യത നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ രവിശങ്കർ? അങ്ങനെയാണെങ്കിൽ ഈ പദ്ധതി എന്നു നടപ്പിലാവുമെന്നുള്ളത് വലിയ ഒരു ആശങ്കയിൽ തന്നെ നിൽക്കുന്ന ചോദ്യമല്ലേ? ഡോക്ടർ അരുൺ, അത് അവിടെയാണ് ഞാൻ എൻ്റെ 1-2 കൺസേൺ ഞാൻ ഇതിൽ പറയാം കൃത്യമായിട്ട്. ഒന്നാമത് ഇത് സ്പൈസ് ജെറ്റ് ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കാണ് ഇപ്പോൾ ലൈസൻസ് ഉഡാൻ സ്കീം അനുസരിച്ച് ലൈസൻസ് കിട്ടിയിരിക്കുന്നത്. സ്പൈസ് ജെറ്റ് ഇന്നലെ കേരളത്തിൽ വന്നതിന് തൊട്ട് മുമ്പേ തലേ ദിവസം ആന്ധ്രാപ്രദേശിൽ ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് ചന്ദ്രബാബു നായിഡു നടത്തി. അടുത്തത് ലക്ഷദ്വീപിലേക്ക് പോയി, ഗുജറാത്തിൽ വരുന്നു. പല സംസ്ഥാനങ്ങളുമായിട്ട് സ്പൈസ് ജെറ്റ് ഇതിനെപ്പറ്റി ആൾറെഡി സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെ സ്പൈസ് ജെറ്റിൻ്റെ ഞങ്ങൾ ഒരു മീഡിയ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ഇന്നുമായിട്ട് ഞാൻ 1-2 കാര്യങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് സ്പൈസിൻ്റെ ഒരു സീനിയർ കൊളീഗുടെ അവർ പറഞ്ഞ 2025 ഏപ്രിലിന് ശേഷം അടുത്ത ഫിനാൻഷ്യറിൽ മാത്രമേ അവർക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ചിന്തിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഏതൊക്കെ ഡെസ്റ്റിനേഷൻ വേണമെന്ന് കൃത്യമായിട്ടുള്ള പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ അവർക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം വാർത്തകളിലും ധരിച്ചാണെങ്കിൽ സ്പൈസ് ജെറ്റ് കേരളത്തിനോട് ഒരു വർഷം 28 കോടി രൂപ 56 കോടി രൂപ ഏകദേശം 2 വർഷത്തേക്ക് ഇത് കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായിട്ട് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പക്ഷേ എൻ്റെ ഒരു സജഷൻ അങ്ങനെയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 2 മാസത്തിലിടയ്ക്ക് കേരളത്തിൽ 2 കമ്പനികൾക്ക് ഉഡാൻ സ്കീം പ്രകാരം ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. കോഴിക്കോട് ബേസ് ആയിട്ടുള്ള അൽഹിന്ദ് ഏവിയേഷനും കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള എയർ കേരളയ്ക്കും. അങ്ങനെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചുകൂടി കേരളത്തിൽ റീജിയണൽ കണക്ടിവിറ്റി താല്പര്യമുണ്ടായതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അവർക്ക് ഇപ്പോൾ പുതിയ മറ്റേ എയർബസും അല്ലെങ്കിൽ ചെറിയ ബൊമ്പാഡിയറൊക്കെ വാങ്ങുന്ന ചെറിയ ഫ്ലൈറ്റുകൾ വാങ്ങുന്ന സമയത്ത് കേരള ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സംരംഭകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സീപ്ലെയിൻ വാങ്ങാനും ഉള്ള ഫെസിലിറ്റിയും അവർക്ക് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ ചർച്ചകൾ മുന്നോട്ട് തുടങ്ങി വെക്കണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. രണ്ടാമത്തെ ശബരി പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ ഗുജറാത്തിലും നരേന്ദ്രമോദി വലിയ കൊട്ടിഘോഷിച്ച് തുടങ്ങി പരാജയപ്പെട്ടു. അതാണ് നേരത്തെ പറഞ്ഞ ഈ VGPയുടെ വലിയൊരു പ്രശ്നം. നമുക്ക് കേരളത്തിലെ ടൂറിസം സീസൺ എന്ന് പറയുന്നത് ഒക്ടോബർ ടു മാർച്ചാണ്. ചിലപ്പോൾ നമുക്കൊരു ഡൊമസ്റ്റിക് സീസണും കൂടി കൂട്ടുകയാണെങ്കിൽ ഏപ്രിൽ മെയ് കൂടി കൂട്ടുകയാണെങ്കിൽ നമുക്ക് 2 മാസം കൂടി ഒരു 7-8 മാസം കിട്ടുമായിരിക്കാം. പക്ഷെ ബാക്കിയുള്ള 3 മാസം നമുക്ക് ടോട്ടലി ഡ്രൈ ആണ്. എസ്പെഷ്യലി നമുക്ക് ഈ സമയത്ത് ഈ ഫ്ലൈറ്റിന് ഇത്രയും അധികം ആ സമയത്തുള്ള വലിയൊരു കാലിയായ സീറ്റുകളെ പറ്റിയിട്ടാണ് അവരുടെ ഏറ്റവും വലിയ കൺസേൺ. മറ്റുള്ള വിമാനങ്ങളും അതില്ല. ഇതിന് പകല് മാത്രമേ ഈ സീപ്ലെയിനിന് പറക്കാൻ പറ്റുള്ളൂ, ആംഫിബിയന്. അപ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് നിന്നുകൊണ്ട് എന്നാൽ കേരളത്തിന്റെ മാതിരിയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ മാൽദീവ്സിൽ സീപ്ലെയിനിൽ പോകാനുള്ള വലിയ അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ടൂറിസം മാൽദീവ്സ് ഒരു മാഗസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ മാൽദീവ്സിലെ ഫ്ലൈറ്റിലേക്ക് സീപ്ലെയിനിൽ പോകുമ്പോൾ നമ്മൾ പറയുന്നത് അതൊരു നീലാകാശത്തിലോ നീലക്കടലും നീലാകാശവും കണ്ടാണ് പോകുന്നത്. പക്ഷെ അതേ സമയത്ത് കേരളത്തിൽ സീപ്ലെയിൻ കിട്ടുന്ന നമുക്ക് നീലാകാശവും നമ്മുടെ ഹരിതാപമായ പ്രകൃതി ഭംഗി കേരളത്തിൽ പോകാം. രവിശങ്കർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. രവിശങ്കർ, അതായത് ഇതിപ്പോ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണല്ലോ ഈ ഉഡാൻ റീജിയണൽ കണക്ടിവിറ്റി സ്കീം. അത് കേരള സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും മുടക്കാതെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ജലാശയങ്ങളുള്ള ഇടങ്ങളിൽ ആ പദ്ധതിയുടെ പരീക്ഷണ പറക്കൽ ഈ സ്പൈസ് ജെറ്റ് നടത്തുകയാണ്. അതിനുമപ്പുറം കേരള സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ലെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഉഡാൻ കേരളത്തിലും പരീക്ഷണ പറക്കൽ വന്നു, അത് അനുവദിച്ചു, അത്രമാത്രമല്ലേ നടന്നിട്ടുള്ളൂ. ഇവിടുത്തെ
അല്ല, അത് അനുവദിച്ചു. ഇപ്പൊ KICB ഞാൻ ഡോക്ടർ ബിജു പ്രഭാകരൻ എന്ന IAS ഓഫീസർ നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് പുള്ളി ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ശ്രമത്തിന്, ഇപ്പൊ ട്രാൻസ്പോർട്ട് ഏവിയേഷൻ സെക്രട്ടറിയാണ്, എടുക്കുന്നതിന് പ്രത്യേകം അഭിനന്ദനം പറയണം. കാരണം അതേ സമയത്തിന് എനിക്ക് സജീഷും അടക്കമുള്ള നമ്മുടെ ടൂറിസം മന്ത്രിയോടൊക്കെ പറയാനുള്ളത്, ഇതിൽ കൃത്യമായിട്ട് ഏറ്റവും വലിയ റോള് നമ്മളെപ്പോഴും ഈ ശബരിനാഥിന് കൃത്യമായിട്ട് പറയാൻ പറ്റും, ഒരു മാനേജ്മെന്റ് എക്സ്പെർട്ട് എന്ന നിലയ്ക്ക് നമ്മളെല്ലാം ഓപ്പറേഷനെ പറ്റിയിട്ട് മാത്രം, ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ പറ്റി മാത്രമാണ് നമ്മൾ സംസാരിക്കുക. ഈ പ്രൊജക്ട് വയബിൾ ആയിട്ട് കൊണ്ടുപോകാൻ മാർക്കറ്റിംഗ് വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് വളരെ കൃത്യമായിട്ട് ഞാൻ കേരളത്തിന്റെ ഒരു ടൂറിസം മോഡലിൽ കാരവാൻ പദ്ധതിയെ പറ്റി വളരെ നിശിതമായിട്ട് വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കേരളത്തിന്റെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ലാഭകരമായിട്ട് കേരളത്തിന്റെ സാഹചര്യത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ്. ഈ രംഗത്തെ സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് SK സജീഷ്, രവിശങ്കർ സൂചിപ്പിച്ച് 2-3 വളരെ ഗുരുതരമായ കാര്യങ്ങളുണ്ട്. നമ്മൾ പഠിക്കേണ്ടതും ഗവേഷണം ചെയ്യേണ്ടതുമായ മേഖലകളുണ്ട്. ഇതൊരു കാൽവയ്പ്പാണ് എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. പക്ഷേ 10 വർഷം നമ്മൾ നഷ്ടപ്പെടുത്തി. ഇനി നമ്മൾ ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇനിയുള്ള നാളുകളിലെങ്കിലും ഇപ്പോൾ സ്പൈസ് ജെറ്റ്, അതേപോലെ കേരള എയർ, മറ്റൊരു കമ്പനി നേരത്തെ രവിശങ്കർ സൂചിപ്പിച്ചത്, ഇവരൊക്കെ ഇതിൽ ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കൊടുക്കുമ്പോൾ അക്കാര്യത്തിൽ ഒരു സുതാര്യത വേണം. 2, ഇതിൽ വിശ്വാസ്യതയിലേക്ക് പോകണം. മത്സ്യത്തൊഴിലാളികളെ, വനം വകുപ്പിനെ, പരിസ്ഥിതി പ്രവർത്തകരെ ഒക്കെ വിശ്വാസത്തിലെടുക്കണം. 2025 മെയ്ക്കു ശേഷമാണ് ഈ പദ്ധതി ടേക്ക് ഓഫ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഫീസിബിലിറ്റി സ്റ്റഡികൾ നടക്കണം, ഏതൊക്കെ സീസണുകളാണെന്ന് അറിയണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങളും തയ്യാറെടുപ്പുകളും വേണം. SK സജീഷ്. ഡോക്ടർ അരുൺ, ഒരു കാര്യം, കേരളത്തിലെ ടൂറിസം രംഗത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ലോക ടൂറിസം ഭൂപടത്തിൽ കേരളം ഉയർന്നു നിൽക്കുന്നത് അതുകൊണ്ടാണ്. നമ്മൾ കേരളത്തെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആവർത്തിക്കുന്നില്ല, കേരളത്തെ ഒറ്റ ഡെസ്റ്റിനേഷനായി ഇപ്പോൾ ലോകം നോക്കി കാണുന്നു. അതിൻ്റെ ഭാഗമായി വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഉൾപ്പെടെ വർധനവുണ്ടായിട്ടുണ്ട്. അവർക്കാവശ്യമായ കണക്ടിവിറ്റിയും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിലും അതോടൊപ്പം നമ്മുടെ കേരളത്തെ മനോഹരമായി ഒരുക്കിയെടുക്കുന്നതിലും വലിയ പങ്ക് കേരളത്തിലെ ടൂറിസം വകുപ്പ് ഇപ്പോൾ നിർവഹിക്കുകയാണ്. അത് ജനകീയമായി എല്ലാ മേഖലയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ടൂറിസം ക്ലബ്ബുകൾ ഉൾപ്പെടെ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ജനങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച, ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകുന്ന റെസ്പോൺസിബിൾ ടൂറിസത്തിൽ, ഉത്തരവാദിത്ത ടൂറിസത്തിൽ ഏറ്റവും മികച്ച 1ാം സ്ഥാനം കടലുണ്ടിക്കും അതുപോലെ തന്നെ നമുക്ക് കുമരകത്തിനും ഈ തവണ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇത്തരം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് ജനകീയ ടൂറിസമാണ് എന്നതുകൊണ്ടാണ്. ആ ജനകീയ ടൂറിസത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും, അതിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളുമായൊക്കെ ചർച്ച നടത്തി അവരുടെ അഭിപ്രായം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിലെല്ലാം മുന്നോട്ട് പോകുന്നു. പിന്നെ കാരവൻ ടൂറിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാരവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പാർക്കുകൾ വരുന്നു. KTDC ഹോട്ടലുകൾക്ക് സമീപമെല്ലാം, പ്രോപ്പർട്ടിക്ക് സമീപമെല്ലാം കാരവൻ പാർക്കുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യവും മുന്നോട്ട് വരുന്നു. ആളുകൾ അതിലേക്ക് വരുന്ന ഒരു സാഹചര്യം, സാധാരണക്കാർക്ക് കൂടെ ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് അത് മാറും, നമ്മുടെ മറ്റ് ടൂറിസം മേഖലയെ പോലെ തന്നെ. പിന്നെ ശ്രീ ശബരിനാഥിന് ഒരു മറുപടി നേരത്തെ എനിക്ക് പറയാൻ വേണ്ടി പറ്റിയില്ല. ഒരു കാര്യം വെറുതെ വാചകത്തിൽ പറയുകയല്ല, ഒരു പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ലക്ഷ്യബോധം ഉണ്ടാകണം. ദേശീയപാതാ വികസനം ഞങ്ങൾ എതിർത്തതല്ല, നിങ്ങൾ വിളിച്ച യോഗത്തിൽ അനുകൂലിച്ചതാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയൻ. വൻകിട പദ്ധതികളെയെല്ലാം അന്ന് അനുകൂലിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ കാര്യം ഉൾപ്പെടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ട ശബരിനാഥ്, കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വിരുദ്ധ സമരം ഉദ്ഘാടനം ചെയ്തത് ശ്രീ ഉമ്മൻചാണ്ടിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അതൊക്കെ നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ്. വസ്തുതകൾ മറച്ചു വെച്ച് സംസാരിക്കുക എന്നുള്ള രീതി ശരിയല്ല. INTUCയും STUവും വരെ എതിർത്തതായിരുന്നു നിങ്ങളുടെ കാലത്ത്. അതിനെ ഇപ്പോൾ നിങ്ങൾ മറച്ചു വെച്ച് സംസാരിക്കുകയാണ്, മറ്റുള്ളവരുടെ തലയിൽ ചാരുകയാണ്. എന്നാൽ ഞങ്ങൾ അന്ന് ആശങ്കകൾ പരിഹരിച്ചാൽ സ്വാഗതം ചെയ്യും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ആശങ്കയില്ലാതെ പദ്ധതി നടപ്പിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരിക്കൽ കൂടി ശ്ലാഘനീയമാണ്. എങ്കിലും അവസാനം പറഞ്ഞതിനുള്ള മറുപടി കൂടി. അല്ല, ഇതിലെല്ലാം പറഞ്ഞ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാനുള്ള സമയപരിമിതിയുണ്ട്. ഈ ലാൻഡ് അക്വിസിഷൻ കാര്യം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ റോഡ് പണി നടക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം 2014 UPA സർക്കാർ അന്ന് കൊണ്ടുവന്ന് അംഗീകരിച്ച ലാൻഡ് അക്വിസിഷൻ നിയമപ്രകാരം സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് 3 ഇരട്ടിയും 4 ഇരട്ടിയും പൈസ കിട്ടുന്ന ഒരു സാഹചര്യം 2017 ശേഷം അതിൻ്റെ റൂൾസ് വന്നപ്പോൾ ഉണ്ടായതിനു ശേഷം എന്താണ് ഈ അവസാന നിമിഷം ഇങ്ങനെ പറയുന്നത്? തെറ്റിദ്ധരിപ്പിക്കരുത്. അല്ല, അവസാനം കളവ് പറഞ്ഞു പോകാൻ വേണ്ടി പറ്റില്ല. അത് ശരിയല്ല. അത് ശരിയല്ല.
സജീഷേ, ഒരു സെൻട്രൽ ഗവൺമെന്റ് നിയമം, ഒരു സെൻട്രൽ ഗവൺമെന്റ് രാഹുൽ ഗാന്ധിയുടെ ഒരു ഗവൺമെന്റ് പണം കൊടുത്തു. അല്ലല്ല സജീഷ്, അതിനൊരു സംശയമുള്ളത് അത് കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ കേരളം പണം കൊടുത്തത്? ആ കേന്ദ്ര നിയമം ഇല്ലാഞ്ഞതുകൊണ്ടല്ലേ ഉമ്മൻചാണ്ടി സർക്കാരിന് കൊടുക്കാൻ കഴിയാതെ പോയത്? അല്ലല്ലോ, അല്ല അല്ല കൊടുക്കേണ്ടി വരും എന്നതുകൊണ്ടാണ് ആ പദ്ധതി കേരളം കൊടുക്കാം, കിഫ്ബിയിലൂടെ കൊടുക്കാം, കിഫ്ബി എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ കൊടുക്കാമെന്ന് വന്നപ്പോഴാണ് ദേശീയപാത ഫണ്ട് എടുത്ത് കഴിയുമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക ദേശീയപാതയ്ക്ക് കൊടുക്കേണ്ടത് ആരാ? കേന്ദ്ര സർക്കാരാ കൊടുക്കേണ്ടത്. അത് കൊടുക്കാതിരുന്ന് ഈ പദ്ധതി മുടങ്ങുമെന്നുള്ള അവസ്ഥ വന്നപ്പോ ചർച്ച 900-ലധികം കോടി രൂപ കേരളത്തിലെ സർക്കാർ കൊടുത്തു എന്നതാണ് പദ്ധതി നടക്കാനുള്ള കാരണം. ഇവരേതെങ്കിലും രീതിയിൽ ശബരിനാഥൻ 5200 കോടി രൂപയോളം സംസ്ഥാന സർക്കാർ കോമ്പൻസേഷനായി കൊടുത്തു. നിതിൻ ഗഡ്കരിയുമായുള്ള സംഭാഷണത്തിൽ അക്കാര്യം പറഞ്ഞതാണ്. കേസ് പറഞ്ഞതും ശരിയാണ്. ഒരു കേന്ദ്ര നിയമം അവിടെ വന്നു, പക്ഷേ കേരള സംസ്ഥാന സർക്കാർ മറ്റൊരു സംസ്ഥാനവും കൊടുക്കാത്ത രീതിയിൽ 5000 കോടിയിലധികം രൂപ അങ്ങോട്ട് കൊടുത്താണ് അക്വിസിഷൻ നടപ്പിലാക്കിയത്. നിയമത്തിന്റെ അല്ലല്ലോ ശ്രീ അരുൺ. കേന്ദ്ര നിയമമാണ് സജീഷ്, കേന്ദ്ര നിയമം. പിന്നെ എങ്ങനെ അതിന്റെ പ്രശ്നമാണ്? LARR നിയമം 2014 പാസ്സായി. അതിന്റെ പണം കൂടുതൽ കൊടുത്തത് കേന്ദ്ര നിയമം കാരണമാണ്. കേന്ദ്ര നിയമം സംസ്ഥാനങ്ങൾക്ക് ബാധകല്ലേ? അത് പറയും ശ്രീ ശബരിനാഥ്, അത് പറയും. കേരളത്തിന്റെ സ്ഥലത്തിന്റെ മറ്റേത് സംസ്ഥാനമാണ് പണം കൊടുത്തത് കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ? ഒരു സംസ്ഥാനത്തിന്റെ പേര് പറയും. ഈ ചർച്ചയുടെ ഇതിനേക്കാളും വലിയ റോഡുകളാണ് കേരളമല്ല. അല്ല, നിങ്ങൾ പേരാമ്പ്ര വിട്ടും കോഴിക്കോട് വിട്ട് പോയിട്ടില്ലേ? നിങ്ങൾ കർണാടകത്തിനും തമിഴ്നാടിനും റോഡ് പോകുന്ന കണ്ടിട്ടില്ലേ? ഇത് ദേശീയപാത വികസനം LARR നിയമപ്രകാരം 2014 നിയമത്തിന് 16 ശേഷമാണ് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടായത്. അത് പ്രകാരം സർക്കാർ പൈസ കൊടുത്ത് നല്ല കാര്യം. ഞാൻ ഈ സീപ്ലെയിൻ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. രണ്ട് ആശങ്കകൾ സജീഷിന്റെ ചോദ്യം കേട്ടു. അത് നല്ല കാര്യമെന്ന് ശബരിനാഥ് മറുപടി പറയുകയും ചെയ്തു. ശബരിനാഥ് മറുപടി ഒരു നിമിഷം സജീഷ് വഴങ്ങണം. ശബരിനാഥ് 30 സെക്കൻഡ്സ്. അല്ല, സജീഷ് പറഞ്ഞത് ശബരിനാഥ് നല്ലത് എന്ന് സ്വാഗതം ചെയ്തിട്ടുണ്ട്. 5000 കോടി രൂപ കൊടുത്തു കേരളം എന്നുള്ളത് നല്ലത്. പക്ഷേ പ്രശ്നം 2014 ശേഷം ഈ റെഗുലേഷൻസ് വരുന്നത് ലാൻഡ് അക്വിസിഷൻ ആക്ടിന്റെ തുടർച്ചയെന്ന വണ്ണമാണ്. അതുകൊണ്ടാണ് സാധ്യമായതെന്ന് പറയുകയായിരുന്നു ശബരിനാഥ്. പണം കൊടുക്കേണ്ടി വന്നത് വാസ്തവം, അത് കേരളം മാത്രമേ കൊടുത്തുള്ളൂ. അത് നല്ലത് എന്നാണ് ശബരിനാഥ് പറഞ്ഞത്. സജീഷ് വഴങ്ങണം. ശബരിനാഥൻ 30 സെക്കൻഡ് സീപ്ലെയിൻ. ശബരിനാഥ് 30 സെക്കൻഡ് സീപ്ലെയിൻ. ഞാൻ 30 സെക്കൻഡ് സീപ്ലെയിനെ കുറിച്ചുള്ള എന്റെ രണ്ട് ആശങ്കകൾ. ഒന്ന്, നിങ്ങൾ ഈ സീപ്ലെയിന് വേണ്ടി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉഡാൻ സ്കീമിൽ കേരളം മാത്രമാണ് പണം കൊടുത്തത്. സജീഷ് എന്ന ഇൻഫ്രാസ്ട്രക്ചർ ചെയർമാന് വേണ്ടി 2 പോയിന്റ് സജീഷ് എന്ന ഇൻഫ്രാസ്ട്രക്ചർ ചെയർമാൻ ഈ പദ്ധതി പഠിക്കുമ്പോൾ 2 ഉപദേശം നൽകുകയാണ്. ഒന്ന്, ഈ സ്പൈസ് ജെറ്റ് എന്ന് പറഞ്ഞ കമ്പനി ഉഡാൻ സ്കീം എടുത്തിരിക്കുന്നത് തകർന്ന് തരിപ്പണമാവുന്ന കമ്പനിയാണ്. കഴിഞ്ഞ കൺസിക്യൂട്ടീവായിട്ടുള്ള 8 ക്വാർട്ടർ ലോസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അവർക്ക് കഴിഞ്ഞ ഒരു 3 മാസം കൊണ്ട് വലിയ പാസഞ്ചർ ഷെയർ, അവരുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആവുകയാണ്. ഇപ്പം സ്പൈസ് ജെറ്റ് വലിയൊരു ഫിനാൻഷ്യലി സ്റ്റേബിൾ കമ്പനിയല്ല. ഈ സ്പൈസ് ജെറ്റിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് സതീഷും റിയാസും കൂട്ടരും ഇരിക്കല്ല. ഒന്ന്, ഈ നേരത്തെ ഡോക്ടർ രവിശങ്കർ പറഞ്ഞത് കൂടുതൽ കമ്പനികൾ നോക്കണം. രണ്ടാമത്തേത്, കേന്ദ്ര സർക്കാർ ഉഡാൻ സ്കീമിനെ കുറിച്ച്, അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് സതീഷും കൂട്ടരും പഠിക്കണം. ഞാൻ കേൾക്കട്ടത് പറയട്ടെ ഇഷ്ടം. കഴിഞ്ഞ 50 ഈ ഉഡാൻ സ്കീം തുടങ്ങിയപ്പോൾ കഴിഞ്ഞ 6 വർഷം കൊണ്ട് തുടങ്ങിയ ഉഡാൻ സ്കീമിലെ സ്കീമുകളിൽ 50% റൂട്ടുകൾ അവർ നിർത്തിയിരിക്കുകയാണ്. പണ്ട് തിരുവനന്തപുരം കണ്ണൂർ ഫ്ലൈറ്റ് വയ്ക്കുന്നത് ഉഡാൻ സ്കീമിലാണ്. അന്ന് തിരുവനന്തപുരത്ത് കണ്ണൂരിട്ട് പോയി വരാൻ 5000 രൂപയുള്ളൂ. ഒരു ഫ്ലൈറ്റ് അങ്ങോട്ട് പോയി തിരിച്ചു വന്നാൽ നമുക്ക് 5000 രൂപ കിട്ടുമായിരുന്നു. ഉഡാൻ സ്കീമിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണൂർ ട്രിവാൻഡ്രം സെക്ടറൊക്കെ വെട്ടിക്കുറച്ചപ്പോൾ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് കണ്ണൂർ ഒരു വാക്ക് പോകണമെങ്കിൽ 5000 രൂപയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ ഉഡാൻ സ്കീം അവരുടെ ഇഷ്ടം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും. അപ്പോൾ ശ്രീ രവിശങ്കർ പറഞ്ഞ പോലെ വലിയ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് കാരണം എന്നാണ് നന്ദി കെ ശബരിനാഥൻ, എസ് കെ സജീഷ്, രവിശങ്കർ ചർച്ചയിൽ ചേർന്നതിന്. അല്ല, ഉമ്മൻചാണ്ടി
with Dr. Arun Kumar.